സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വിവിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം വളരെ നല്ല ജീവിതാനുഭവങ്ങളുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു വാക്കിൽ ഞാനൊന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം, ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരണം. ഒന്നിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായ സ്തോത്രം. പ്രത്യേകമായ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കടന്നു വരുവാൻ ഗുണം ചെയ്ത കൃപയ്ക്കായ സ്തോത്രം. വിറ്റ്നസിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ജീവിതാനുഭവം ഞങ്ങൾക്കൊക്കെ ആത്മീക അനുഗ്രഹത്തിന് കാരണമായി തീരണം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. അങ്ങനെ നീ ചെയ്യാൻ വിശ്വസ്തനാകിയാൽ സ്തോത്രം. കുറേശ്ശങ്ങളെ ക്ഷമിക്കണം. ഞങ്ങളുടെ സിസ്റ്റം എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ മാക്സൺ കൊച്ചിയിൽ നിന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ബോംബെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങളോട് ഒന്നിച്ച് 1-2 മീറ്റിങ്ങുകളിലൊക്കെ പാസ്റ്റർക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നി പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു സാഹചര്യം ഒരുക്കിയത്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് പാസ്റ്ററോടുള്ള നന്ദി ആരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. പാസ്റ്ററുടെ ഒഫീഷ്യൽ നെയിം പക്ഷേ മാക്സൺ എന്നല്ല, ഒഫീഷ്യൽ നെയിം ആന്റണി മാത്യു എന്നാണ്. ആന്റണി മാത്യു. ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? ജനിച്ചു വളർന്നത് കൊച്ചിയിൽ മുണ്ടംവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരി, കൊച്ചിയിൽ തന്നെയാണ് ജനിച്ചു വളർന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ ജോസ് പാസ്റ്ററുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? ജോസ് പാസ്റ്റർ എൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ മകനാണ്. ജോസ് പാസ്റ്ററുടെ അമ്മയുടെ ആങ്ങളയുടെ മകനാണ്. അതെ അതെ അതെ. അത് ശരി. ജോസ് പാസ്റ്ററൊക്കെ വയനാട്ടിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്നത് പാസ്റ്റർ വയനാട്ടുകാരനാണോ എന്നൊക്കെയാണ്. അല്ല, വാസ്തവത്തിൽ എൻ്റെ ഫാദർ ജനിച്ചു വളർന്നത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് പിന്നെ ചെറുപ്പത്തിൽ എന്നെ കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ നിന്നാണ് പിന്നെ വിവാഹം കഴിച്ചത്. എൻ്റെ പ്രിയമാതാവിൻ്റെ സ്ഥലം ഫോർട്ട് കൊച്ചിയാണ്. ശരി. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ പിന്നെ ചെറുപ്പം മുതൽ അവിടെ തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്നത് കൊച്ചി തന്നെയാണ്. ചെറിയ പ്രായത്തിലൊക്കെ വിശ്വാസപരമാകുന്ന പശ്ചാത്തലമൊക്കെ പെന്തിക്കോസ്റ്റൽ പശ്ചാത്തലമാണ്? അല്ല, ഞങ്ങൾ വാസ്തവത്തിൽ കത്തോലിക്കരായിരുന്നു. അത് ശരി. കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ ഞാൻ ഏകദേശം 2ാം ക്ലാസ്സോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. മാതാപിതാക്കൾ കുടുംബമായിട്ട് മാതാപിതാക്കൾ വരുന്നത്. അതെ. എന്നാൽ ചെറിയ പ്രായം മുതൽ ഒത്തിരി ജീവിതാനുഭവങ്ങൾ പാസ്റ്റർക്കുണ്ടായി. അതെ അതെ. പാസ്റ്റർ പ്രസംഗിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാനിടയായി. ഒത്തിരി ജീവിതാനുഭവങ്ങൾ. പാസ്റ്റർക്ക് മ്യൂസിക്കുമായിട്ട് ബന്ധമുണ്ട്. പാസ്റ്റർ കുറേ വർഷങ്ങൾ ഏഞ്ചലോസിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഏഞ്ചലോസിലും നവജീവൻ ധാര എന്ന് പറഞ്ഞ മ്യൂസിക് ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിലും ചില മ്യൂസിക് ടീമിനോടുള്ള ബന്ധത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ മ്യൂസിക് ബന്ധമുണ്ടല്ലോ അല്ലേ? ഇപ്പോഴും ഒരു മ്യൂസിക് ടീമുണ്ട്. മെഗാലിയോ ഗോസ്പൽ മെലഡീസ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ടീം ഞങ്ങൾക്കുണ്ട്. പിന്നെ പല ടീമിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പാസ്റ്റർ വായിക്കും, തബലയടിക്കും. തബലയാണ് ഞാൻ വാസ്തവത്തിൽ പഠിച്ചത്. പിന്നെ ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴാണ് പതുക്കെ ഗിറ്റാർ വായിക്കാൻ നാഗാലാൻഡ് പിള്ളേർ എന്നെ പഠിപ്പിച്ചു തന്നത്. നമുക്ക് തബല തരാനില്ല, പക്ഷേ ഇവിടെ ഡോളൊക്കെ ഉണ്ട്. കൊട്ടാൻ പറ്റുമോ? കുഴപ്പമില്ല. നമ്മുടെ ജോസ് പാസ്റ്റർ നന്നായിട്ട് ഡോളൊക്കെ അടിക്കും. നമ്മുടെ ചർച്ചിൽ ഈ സാധനം ഇത് സത്യത്തിൽ പിന്നെ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയുടെ ഒരു ഡോളക്കാണ്. അവരാണല്ലോ ഈ ഡോളക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവരൊരു ശർമ്മ ഫാമിലിയാണ്. അവരുടെ വീട്ടിലിരുന്നാൽ ഞങ്ങൾ സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു റെക്കോർഡിങ് ചെയ്തത്. കാരണം നമ്മൾക്ക് കണ്ടിന്യൂസ് ചർച്ചിൻ്റെ ഫാസ്റ്റിംഗ് നടക്കുക. അപ്പം അവിടെ പാസ്റ്റർ വന്നപ്പം ഞാൻ ഓർത്ത് ഒരു ചെറിയ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗിറ്റാർ വായിക്കും, കീബോർഡ് വായിക്കും. അതെല്ലാം മ്യൂസിക് ടീമിലൂടെ ഉള്ള സഞ്ചാരത്തിനിടയിൽ പഠിച്ച കാര്യങ്ങളാണ്. ശരിക്കും തബല മാത്രമാണ്? തബല, ഡ്രംസ് എല്ലാം ഒഫീഷ്യലി പഠിച്ചത് തബലയാണ്. പിന്നെ കോങ്കോ ഡ്രം അതും ഒഫീഷ്യലി പഠിച്ചതാണ്. ഓ ശരി ശരി. പിന്നെ ഡ്രംസും ഒക്കെ ഇങ്ങനെ വായിക്കും. എല്ലാം ഉപകരണങ്ങളും ഏകദേശം കൈകാര്യം ചെയ്യാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. കൃപ തന്നിട്ടുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും മിനിസ്ട്രിക്കൊക്കെ ഉപകരണങ്ങൾ വായിക്കാൻ കഴിയുന്നതും പാടാനുള്ള കൃപയുള്ളതും ഒക്കെ ഒരു വലിയ മിനിസ്ട്രിക്ക് ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ഇടയ്ക്കൊരു പാട്ടൊക്കെ പാടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും നമുക്ക് അനുഭവങ്ങൾ കേൾക്കണം. ആദ്യം നമുക്ക് അനുഭവങ്ങൾ കേൾക്കാം അല്ലേ? പാട്ട് പിന്നീട് കേൾക്കാം. പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലോ? എഴുതിയിട്ടുണ്ട്. എത്ര പാട്ട് എഴുതിയിട്ടുണ്ട്? ഒരു 10-15 പാട്ടുകളോളം എഴുതിയിട്ടുണ്ട്. ഓ, അതിനകത്ത് ഒരുവിധം ആളുകളൊക്കെ
പാടി പരിചയിച്ച പാട്ടുകൾ ഏതൊക്കെയുണ്ട്? പാടി പരിചയിച്ച പാട്ടുകൾ എന്ന് പറയാനായിട്ടൊന്നുമില്ല. കാരണം ഒരു 4 പാട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2005-ലോ 2006-ലോ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് അത്ര അങ്ങ് അന്ന് CD ആയിരുന്നു. CD അത്ര അങ്ങ് വിജയിച്ചില്ല. ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊന്നും അത്ര കാര്യമായിട്ട് നടന്നില്ല. ഒരുപക്ഷെ ആസാദിയുടെ പ്രേക്ഷകർ ആ പാട്ടുകൾ ഇന്നു മുതൽ കേൾക്കാൻ പോവുകയാണ്. 2006-ൽ ഇറക്കിയ ആ പാട്ടുകൾ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അത് പുറത്ത് വെളിച്ചം കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ? അത് യൂട്യൂബിലൊന്നും ഇട്ടിട്ടില്ല. പാസ്റ്റർ ആ പാട്ട് തരണം കേട്ടോ, നമുക്ക് അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എനിക്കൊരു ആഗ്രഹമാണ് ആ നല്ല പാട്ടുകൾ, മറഞ്ഞു കിടന്ന പാട്ടുകൾ. പക്ഷേ ഞാൻ ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. 2003-ൽ എഴുതിയ ഒരു പാട്ട് ഇന്ന് വരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. 2003 എഴുതിയെന്ന് പറഞ്ഞാൽ 22 വർഷമായി. അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി പാട്ടുകൾ. അത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്താണത് പുറത്ത് വരുന്നത്. പിന്നെ വിവാഹവേദിയിൽ മംഗളം നേരുന്ന ഇതാന്നുള്ളൊരു പാട്ട് അത് മിക്കവാറും പാടാറുണ്ട്. അതുകൊണ്ട് പല ആൾക്കാർക്കും ആ പാട്ടുകൾ അറിയാം. ശരി, അതായത് നമ്മുടെ പൊതുവിവാഹ വേദികളൊക്കെ അതെ മംഗളഗാനം ഉണ്ടല്ലോ. മംഗളഗാനം അത് പാസ്റ്റർ എഴുതിയ പാട്ട്. ഞാൻ എഴുതിയ പാട്ടുണ്ട്. ഒരു പാട്ട് ഞാൻ പാടാറുണ്ട്. പാസ്റ്റർ പാടാറുണ്ട്. അതുകൊണ്ട് ആളുകൾ ഈ വിവാഹവേദിയിൽ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ അതെ. ഓ, അത് ശരി. ദൈവത്തിന് സ്തുതി. ഈ പാട്ടുകളിലൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എവിടെ നമ്മൾ തുടങ്ങുന്നത്? കൊച്ചിയിൽ ചെറിയ പ്രായം മുതൽ അല്ലേ? പാസ്റ്റർക്ക് പറയാം കേട്ടോ. ഇനി ഞാൻ കേൾക്കാനിരിക്കുകയാണ്, പ്രേക്ഷകർ കേൾക്കാനിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റർക്ക് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. എല്ലാ അനുഭവങ്ങളും പറയാം കേട്ടോ. ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുന്ന എല്ലാ അനുഭവങ്ങളും പറയാം. അത്യാവശ്യം ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ശരി, സ്തോത്രം. ഞാൻ ജനിച്ചു വളർന്നത് മുണ്ടംവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കൊച്ചിയിൽ. എൻ്റെ ചെറുപ്രായം മുതൽ ഏകദേശം വിവാഹത്തോട് ഉള്ള ബന്ധത്തിൽ വിവാഹം കഴിക്കുന്നത് വരെയുള്ള പ്രായമൊക്കെ അവിടെ തന്നെയാണ് ജനിച്ച് വളർന്നതും വിവാഹം കഴിക്കുന്നതൊക്കെ. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അതായത് കരസ്മാറ്റിക് ധ്യാനം മുഖാന്തരമാണ് എൻ്റെ ഫാദർ യേശുക്രിസ്തുവിനെ അറിയുവാനും ദൈവഭാഗത്തേക്ക് തിരിയാൻ ഇടയായിത്തീർന്നത്. അതിനുശേഷമായിട്ട് ന്യൂ ഇന്ത്യ സഭയുമായിട്ട് ചേർന്ന് ചില നാളുകൾ ദൈവസഭയിലായിരുന്നു. ബീച്ച് റോഡുള്ള ന്യൂ ഇന്ത്യ ചർച്ചിലായിരുന്നു. അതിനുശേഷമായിട്ട് എറണാകുളത്ത് റിവൈവൽ സെൻറ്റർ എന്ന് പറയുന്നൊരു ചർച്ച്, അവിടെയായിരുന്നു. പിന്നെ എൻ്റെ ഏകദേശം സൺഡേ ക്ലാസ് മുതലുള്ള കാര്യങ്ങളെല്ലാം സ്നാനപ്പെടുന്നതുമൊക്കെ അവിടെയാണ്. അപ്പോൾ ചെറുപ്രായത്തിലെ കർത്താവിനെ അറിയാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ദേശത്ത് വാസ്തവത്തിൽ രക്ഷയിലേക്ക് വന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. ഞങ്ങളാണ് ഞങ്ങളുടെ പ്രദേശത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായി. ആ ദേശത്ത് പല ആളുകളും വളരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും, എൻ്റെ മാതാവ് വെള്ളമെടുക്കാൻ വേണ്ടി പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് പോകുമ്പോഴൊക്കെ അവിടെ വെച്ചും പ്രശ്നങ്ങളുണ്ടാകുകയും ചീത്ത വിളിക്കുകയും വെള്ളമെടുക്കാൻ സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് കടന്നു പോകുന്ന സ്ഥാനത്തൊക്കെ ആ സമയത്തും ആളുകളെല്ലാം ചീത്ത വിളിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്വത്രക്കാരും അല്ലേലിയക്കാരെന്നാണ് അന്ന് നമ്മളെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അവരും അല്ലേലിയ സ്വത്രമൊക്കെ പറയുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു പറച്ചിലിപ്പോൾ ഇല്ല. അത്രയും ഒരു അപമാനമില്ല. തന്നെയല്ല പാസ്റ്റർ ഇപ്പം പറയുന്ന ഈ അനുഭവങ്ങളൊക്കെ ഒരു 10-35 വർഷം പഴയതായിരിക്കും. തീർച്ചയായിട്ടും. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാർ ഏകദേശം 1982-83 കാലഘട്ടങ്ങളിലുള്ള കാര്യങ്ങളാണ്. പെന്തക്കോസ്തുകാർ ഒത്തിരി നിന്ദിക്കപ്പെടുന്ന ആ ഒരു സമയം ഒരു 10-38 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. തീർച്ചയായിട്ടും. പാസ്റ്റർ ഇടയ്ക്ക് പ്രസംഗിച്ചപ്പം പറഞ്ഞായിരുന്നു ഇതുപോലെ ട്രാക്റ്റൊക്കെ സ്കൂളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതെ. ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ആത്മാർത്ഥത കൊണ്ട്, കാരണം കർത്താവിനെ എല്ലാവരും അറിയണ്ടേ, അല്ലെങ്കിൽ മറ്റുള്ളവർ നരകത്തിൽ പോകത്തില്ലേ എന്നൊക്കെയുള്ളൊരു വേദന അന്നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ട്രാക്റ്റ്, അന്ന് ഒരു ഇടയൻ ആടിനെയും കൊണ്ട് നടക്കുന്ന ഒരു പടമുള്ള ഒരു ലഘുലേഖയുണ്ടായിരുന്നു. അത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി വിതരണം ചെയ്തപ്പോൾ ആദ്യം ദൈവത്തിൻ്റെ ബുക്ക് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വളരെ സന്തോഷത്തോടെ ഇതങ്ങ് സ്വീകരിച്ചു. പിള്ളേരെല്ലാം സ്വീകരിച്ചു. അതിനുശേഷമായിട്ട് ഇവർ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവരുടെ മാതാപിതാക്കൾ മുഖാന്തരമാണ് ഇവരറിയുന്നത് പെന്തക്കോസുകാരാണെന്ന് അറിയുന്നത്. അപ്പോൾ ഇവർ മാതാവില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ് അവനെ തല്ലണ്ടേടാ കൊല്ലണ്ടേടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ തന്നെ പിള്ളേർക്ക് പിന്നെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ആവേശമാണല്ലോ. തല്ലാനും ഇടിക്കാനും. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന പിള്ളേരും, അപ്പോൾ എന്നേക്കാൾ ചെറിയ പിള്ളേരും വന്ന് എന്നെ ഇടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി.
അതായത് പാസ്റ്റർ പറയുന്ന കുട്ടികൾ നമ്മളെ അമ്മമാരും ഒപ്പന്മാരും അന്ന് പറയുന്നത് കേട്ടിട്ട് വന്ന് നമ്മളെ ഉപദ്രവിക്കുമായിരുന്നു. പിന്നെ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ട്രാക്ട് കൊടുത്തതിന്റെ പേരിൽ കർത്താവിന് വേണ്ടി ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു രണ്ട് പെൻസിലിന് 2 കുത്തുകൂടെ കിട്ടിയിട്ടുണ്ട് ഈ ട്രാക്ട് കൊടുത്തതിന്റെ പേരിൽ. പക്ഷേനോട് പറയാം, ഇപ്പൊ എന്തൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിള്ളേർ തമ്മിൽ വഴക്ക് പാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സ്കൂളിൽ ട്രാക്ട് കൊടുത്തതിന്റെ പേരിൽ ഉപദ്രവിക്കപ്പെട്ടു കുഞ്ഞുങ്ങളെ ശല്യം ചെയ്തതൊക്കെയുള്ള അനുഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം 6ാം ക്ലാസ് ആയപ്പോഴത്തേനും എന്നോട് അപ്പോൾ എൻ്റെ പിതാവ് ഒരിക്കലും ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല, ഈ ഞാൻ തിരിച്ച് ഉപദ്രവിക്കാനും സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളെ പേടിച്ച് ആരും ഒന്നും ചെയ്യത്തില്ല. ഞാൻ പഞ്ചപാവമായിട്ട് ഇങ്ങനെ ജീവിച്ചു വന്നൊരു സമയമാണ്. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചറോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പരാതി പറഞ്ഞു, ടീച്ചർ ഇവർ എന്നെ ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താടാ നീ ഉപദ്രവിച്ചെന്ന് ചോദിച്ചിട്ട് അവരോട് ചോദിച്ചപ്പോൾ തന്നെ ഇവൻ പെന്തക്കോസുകാരനാണ് ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറും എന്നെ കളിയാക്കി. ടീച്ചറും നീയൊക്കെ അല്ല മറ്റേ എന്തതിശയമേ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുന്ന തുള്ളിച്ചാടുന്ന നിങ്ങൾ വഴിയരുത്തുന്ന പാട്ട് പാടുന്നതൊക്കെ നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ച് അതെ അവരും എന്നെ കളിയാക്കി. അപ്പോൾ എനിക്ക് പിന്നെ ആരോടും പറയാനില്ല. പിന്നെ ഒരു 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ ഒരുവിധം ശാന്തമായി, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയായി. പിന്നെ ഞാനും ഒത്തിരി അങ്ങ് പെട്ടെന്ന് മുതിർന്നു, ഒരു വളർച്ച എനിക്ക് പെട്ടെന്ന് പൊക്കമൊക്കെ വെച്ച കാരണം പിന്നെ പിള്ളേർക്ക് എന്നോട് ഇച്ചിരി പേടിയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് കുറച്ച് ശാന്തമായത്. പിന്നെ അതാണ് ആ ഒരു കാലഘട്ടം. അതിന് ശേഷമായിട്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. കുറേ ആളുകളൊക്കെ കുറേ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആളുകൾ കുറച്ച് പേരൊക്കെ അങ്ങനെ മാറി നിന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു പിന്നീട്. ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചുകൊണ്ട് പിന്നെ പാസ്റ്റർക്ക് പറയാം കേട്ടോ, സ്കൂൾ അനുഭവങ്ങളും ചെറിയ പ്രായത്തിലെ ആത്മീയ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാം. ശരി. അതിനുശേഷം പിന്നെ ഏകദേശം പഠിത്തമൊക്കെ കഴിഞ്ഞ ശേഷമായിട്ട് ഞാൻ ഇച്ചിരി ഉഴപ്പ് തുടങ്ങിയ സമയങ്ങളാണ്. 8ാം ക്ലാസ്സിലൊക്കെ വെച്ച് തന്നെ എനിക്ക് പതുക്കെ ഈ തമ്പാക്കു പാൻബ്രാക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ശീലമൊക്കെ പയ്യെ തുടങ്ങി. പിന്നീടെല്ലാം ഈ ദൈവഭയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ ഇച്ചിരി കുറഞ്ഞു. ഈ സ്കൂളിലെ കൂട്ടുകാരും കെട്ടുകളായിട്ടൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ എൻ്റെ പഠിത്തം ഇടയ്ക്ക് വെച്ച് നിന്നു. ഒരു 9ാം ക്ലാസ്സിൽ വെച്ച് 9ാം ക്ലാസ്സിൽ ഒരു വർഷം തോറ്റ് കഴിഞ്ഞ ശേഷമായിട്ട് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ഇനി പഠിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. അതായത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നൊരു സമയത്താണ് അങ്ങനെ ഒരു അനുഭവം വന്നത്. ഒത്തിരി സങ്കടമായി, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടമായൊരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ എൻ്റെ പഠനം അവിടെ വെച്ച് നിർത്തി. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം പ്രൈവറ്റായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ക്രമീകരണത്തിലേക്ക് വന്നു. അപ്പോൾ അതിന് ശേഷമായിട്ടാണ് പിന്നെ എന്നെ ബൈബിൾ കോളേജിലേക്ക് വാസ്തവത്തിൽ എന്നെ നിർബന്ധിച്ച് വിടുകയായിരുന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ താല്പര്യം ഇല്ലാതിരിക്കുന്ന ഒരു സമയം, മീൻസ് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാതിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ബൈബിൾ കോളേജിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരം പോകാനുള്ള താല്പര്യമില്ലായിരുന്നു. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ മമ്മിയെ എന്നോട് വന്നിട്ട് പറഞ്ഞു, അവിടെ മ്യൂസിക് ടീമൊക്കെ ഉള്ളതല്ലേ, നിനക്ക് തബലയൊക്കെ വായിക്കാൻ അറിയാവുന്നതല്ലേ, അപ്പോൾ അങ്ങനെ ഇതൊക്കെ ദൈവം ഒരുക്കുന്നൊരു മുഖാന്തരമായിരിക്കും എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനൊത്തിരി ചിന്തിച്ച് ശരിയാണ്, ചിലപ്പോൾ ഒരു പക്ഷേ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനോട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരു പാസ്റ്ററാകാനുള്ള താല്പര്യമൊന്നും അന്ന് അങ്ങനെയില്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. അപ്പോൾ അങ്ങനെ ബൈബിൾ കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഈ ബൈബിൾ കോളേജിൽ പഠനം ഞാനൊന്നും പൂർത്തിയാക്കാറില്ല. എൻ്റെ വിദ്യാഭ്യാസം ബൈബിൾ കോളേജ് ആദ്യമായിട്ട് പോകുന്നത് നിലമ്പൂർ ഒരു മലബാർ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞ ബൈബിൾ കോളേജാണ്. മലബാർ മിഷണറി ബൈബിൾ കോളേജ് ഉണ്ട്. പക്ഷേ വഴിതെറ്റി ഞാൻ അവിടെ ചെന്നെങ്കിലും ഞാൻ ഇങ്ങോട്ട് അവർ പറഞ്ഞു വിട്ടു. അങ്ങനെ അവിടെ ഒരു ഏകദേശം ഒരു വർഷത്തോളം, പക്ഷേ അത് തുടങ്ങിയതേ ഉള്ളായിരുന്നു. പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു ബൈബിൾ കോളേജാണ്. ആദ്യം തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങുമ്പോൾ തുടക്കക്കാരാണ് ഞങ്ങളൊക്കെ, 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ. അപ്പോൾ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടന്നുപോയി. അതാണ് ബൈബിൾ കോളേജ് ജീവിത തുടക്കം. പക്ഷേ അതിന് ശേഷമായിട്ട് പിന്നെ കരുവാറ്റ ബൈബിൾ കോളേജിലേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് 2 വർഷം കർത്താവ് എങ്ങനെ പൂർത്തീകരിക്കാനുള്ളൊരു കൃപ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനൊരു സമർപ്പണത്തോടുകൂടെ, എന്നാൽ ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള ഒരു സമർപ്പണത്തോടുകൂടെ പ്രാർത്ഥിച്ചു. അവിടെ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. വാസ്തവത്തിൽ നന്നായിട്ട് ദൈവത്തെ ആരാധിക്കാനും. കരുവാറ്റയിൽ ബെത്ലഹേം ക്രിസ്ത്യൻ എഡ്യൂക്കേഷണൽ സെൻറ്റർ, ബെത്ലഹേം ക്രിസ്ത്യൻ എഡ്യൂക്കേഷണൽ സെൻറ്റർ, ഫിലിപ്പി തോമസ്. അതെ, അവിടെ പഠിച്ചു. അവിടെ പഠിച്ചത് ഒരു വിധം നന്നായിട്ട് അവിടെ കുഴപ്പമില്ലാത്ത നിലകളിലൊക്കെ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങാൻ കർത്താവ് കൃപ നൽകി. അതിന് ശേഷമായിട്ടാണ് ഞാൻ ഗ്രേസിൽ പഠിക്കുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ അടുത്ത വർഷം ഗ്രേസിലേക്ക് 97 ഞാൻ ഗ്രേസിൽ
പഠിക്കാൻ വേണ്ടിയിട്ട് അതെൻ്റെ ഇഷ്ടപ്രകാരം തന്നെ പോകുന്നതാണ്. എനിക്ക് ഗ്രേസി പഠിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് തന്നെ അവിടെ പോയി. പക്ഷേ ചെന്ന സമയത്തുള്ള ഒരു തിക്തമായ ചില അനുഭവങ്ങൾ എനിക്കുണ്ടായതുകൊണ്ട് അഡ്മിഷൻ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടാക്കി. അതിനുശേഷമാണ് ഞാൻ തന്നെ തീരുമാനിച്ചത് ഈ വർഷം കഴിഞ്ഞാൽ ഞാൻ പിന്നെ പോകത്തില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. അടുത്ത വർഷം പോയില്ല. അവിടെ നിന്ന് കോളിംഗ് ലെറ്റർ എനിക്ക് കിട്ടിയുമില്ല, തിരിച്ച് വിളിച്ചുമില്ല. അപ്പോൾ അങ്ങനെ അത് ബൈബിൾ കോളേജിലെ പഠനം അങ്ങനെ അങ്ങ് തീർന്നു. അതിനുശേഷമായിട്ട് നാട്ടിൽ വന്നു. പക്ഷേ ഞാൻ എൻ്റെ ഫാദറിനെ അനുസരിക്കുന്നില്ല എന്നുള്ള ഒരു എപ്പോഴും അനുസരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നുള്ള പരാതി എപ്പോഴും എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ പരാതി മാറിക്കോട്ടെ എന്നൊക്കെ ഓർത്ത് ദൈവവേലയിൽ അല്പമായിട്ടൊക്കെ പ്രയോജനപ്പെടാനൊക്കെ തുടങ്ങി. അങ്ങനെ പരാതി മാറുമല്ലോ എന്നോർത്തിട്ടാണ് ബൈബിൾ കോളേജിൽ പോയത്. വാസ്തവത്തിൽ കരുപറ്റയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈബിൾ കോളേജ് പഠനവും ആ സമയങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ ഒരു വലിയ എൻകൗണ്ടറിന്റെ ഒരു അനുഭവമല്ല, മാതാപിതാക്കളുടെ ഒക്കെ ഒരു പ്രേരണ. അതെ, അത് എന്താ പറയുന്നതെന്ന് അറിയാം പ്രേക്ഷകരെ. കാരണം പാസ്റ്റർ മുന്നോട്ടുള്ള സാക്ഷ്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ഘടകങ്ങളാണ്. അടുത്ത സ്റ്റെപ്സിലേക്ക് കയറുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ ഉന്തിത്തള്ളി തന്നെ ബൈബിൾ കോളേജ് വിട്ടെങ്കിലും ഗ്രേസി പോകുന്നത് അങ്ങനെ തള്ളി വിട്ടതല്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെ പോകുന്നതാണ്. എങ്കിലും ആ ഒരു സമർപ്പണത്തിലേക്ക് ഞാൻ വന്നിട്ടില്ലായിരുന്നു വാസ്തവം. പക്ഷേ അവിടെ എന്താ ഒരു തിക്താനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടിയില്ലെന്നുള്ളതാണോ അതോ? അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. അഡ്മിഷൻ എനിക്ക് അവിടെ ഇന്ന സാധനങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതുമല്ലോ, ഫോട്ടോ വേണം, നെറ്റ് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ കഴിഞ്ഞ് ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് ഒരു ലെറ്ററായിട്ട് അയച്ചെന്നേ ഉള്ളൂ. ഞാനോർത്ത് ഇതായിരിക്കും എന്നെ അങ്ങോട്ട് വിളിച്ചതെന്നുള്ള കണക്കൂട്ടിൽ ഞാനങ്ങ് പോയതാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു വിളിയല്ല എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. അതൊറ്റക്കാണ് പോകുന്നത്. ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, ഒന്നും അറിയാൻ പാടില്ലാതെ ഞാനിങ്ങനെ ആദ്യമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഡൽഹി വന്ന് ഇറങ്ങി അതിനുശേഷമായിട്ട് ആംഗ്യ ഭാഷകളൊക്കെ കാണിച്ചാണ് ഒരു കണക്കിന് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജ് എത്തുന്നത്. അത് രാത്രിയായി, ഏകദേശം 7:30-8 മണിയോടടുത്താണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ ഗ്രേസ് സെൻറ്റർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തിട്ടായിരിക്കില്ല, അതിൻ്റെ അപ്പുറത്തായിരിക്കും ഗ്രേസ് ബൈബിൾ കോളേജ്. കുറച്ച് മുമ്പോട്ട് പോയി, പിന്നീട് ഞാൻ അവിടെ നിന്ന് അതല്ല ഇത് തന്നെയാണെന്ന് അറിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഗ്രേസ് ബൈബിൾ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് സാറിനെ കാണാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പിള്ളേരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആദ്യം അഡ്മിഷൻ കിട്ടി വരികയാണെന്നൊക്കെ പറഞ്ഞു. ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളായാലോ, ഇപ്പോഴാണോ വരുന്നതൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ലെറ്റർ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇത് കോളിംഗ് ലെറ്റർ അല്ല, അതുകൊണ്ടിട്ട് തിരിച്ചു പോകണം എന്നൊക്കെ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചു പോകാൻ എനിക്കൊരു കാശുമില്ല, ഒന്നുമില്ല. ആകെ കൂടെ 500 രൂപ എനിക്ക് വണ്ടിക്കാശ് തന്നാണ് അയച്ചത്. എനിക്ക് തിരിച്ചു വീട്ടിൽ ഞാൻ ഗ്രേസിലെത്തുമ്പോൾ ആകെ കൂടെ 300 എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അധികം ഡ്രസ്സും ഇല്ല. അന്നത്തെ കാലത്തൊന്നും എനിക്ക് അങ്ങനെ ഡ്രസ്സൊന്നുമില്ല. ആകെ 2 ജീൻസും 2 ഷർട്ടും ഒക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ. 2-3 ടീഷർട്ടും ഒക്കെ ഉണ്ട്. അതേ ഉള്ളൂ എൻ്റെ കയ്യിൽ. 2 ജീൻസേ ഉള്ളൂ. അന്ന് എനിക്ക് ആകെ കൂടെ ഉള്ളത് അതാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞു. ചെറിയൊരു ബാഗായിരുന്നു. ഞാൻ ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ കണ്ടായിരുന്നു. അവരൊന്ന് ചോദിച്ചു, ഇതും കൊണ്ടാണോ ഡൽഹി പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തമാശ പറയുന്നതെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ഞാൻ എത്തുന്നത്. പിന്നെ അവിടെ വെച്ച് എന്നോട് പറഞ്ഞു അങ്ങനെ അഡ്മിഷൻ തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ 2-3 ദിവസം തൽക്കാലം അവിടെ താമസിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏതായാലും ചെയ്തു തന്നു. ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ സ്റ്റുഡൻസ്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്റ്റുഡൻസൊക്കെ എന്നോട് ഇച്ചിരി ദയോടുകൂടി പെരുമാറി. അതിനുശേഷമായിട്ട് ഒരു 5-6 ദിവസം എങ്ങാണ്ടാണ് എനിക്ക് അഡ്മിഷൻ. അപ്പോൾ അതായത് നമ്മുടെ ഒരു ലോർഡ് സെൻറ്റ് ആൻ്റണിയിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഫാദറുണ്ട്, ആൻ്റണി പാസ്റ്റർ. പുള്ളിക്കാരൻ എൻ്റെ സഹോദരൻ ഒരാൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് ആ ഒരു അഡ്രസ്സ് പുള്ളിയോട് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ വിട്ടെ. ആ സാറുമായിട്ട്, സെൽവം എന്ന് പറഞ്ഞൊരു സാറുമായിട്ട് ഞാനങ്ങനെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി. അങ്ങനെ ഞാൻ ഒരിക്കൽ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ സിക്ക് റൂമിലൊക്കെ പോയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ ക്ലാസ് നടക്കുന്ന സമയത്തൊക്കെ അവിടെ ക്ലാസ്സിൽ കയറാനുള്ള അനുവാദമില്ല. സിക്ക് റൂമിലായിരിക്കും മിക്കവാറൊക്കെ. അപ്പോൾ അവരുടെ ചുമയും അവരുടെ വേദനകളും ഒക്കെ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ ഇത്ര നാളായിട്ട് ഒരു മലയാളികളല്ലേ നടത്തുന്നത്, മലയാളികളോട് സംസാരിച്ചിട്ട് പറയുമ്പോൾ രോഗികളായ കുട്ടികൾക്ക് വേണ്ടിയുള്ള റൂമാണോ? അതെ 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 ശരി. അപ്പോൾ ആർക്കെങ്കിലും ഹോസ്റ്റലിൽ അസുഖമായി കഴിഞ്ഞാൽ അവർ ഈ റൂമിൽ വന്ന് ഈ സിക്ക് റൂം വന്നിരിക്കും. അതെ. അങ്ങനെ പിന്നെ അഡ്മിഷൻ കിട്ടാൻ ഒത്തിരി താമസിച്ചു. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ സാറിൻ്റെ അടുത്ത് നിന്നിട്ട് പൊട്ടിക്കരഞ്ഞു. എനിക്ക് കരച്ചിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങ് ഒറ്റ കരച്ചിലും കരഞ്ഞപ്പോൾ അയ്യോ കരയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഒപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ പോയി സംസാരിച്ചു. എനിക്കുള്ള അഡ്മിഷനിലും കാര്യങ്ങളെല്ലാം ആയിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു ഇനി, കാരണം ഇത്രയും ഞാൻ നാളുകൾ വേദന ഞാൻ അനുഭവിച്ചു, ഇനി ഞാൻ ഈ മലയാളികളാണല്ലോ എന്നോർത്തൊരു നമ്മളോട് ഇത്രയും സഹകരണം കാണിക്കും, സഹാനുഭൂതിയൊക്കെ ഉണ്ടാകുമെന്ന് ഓർത്തിട്ട് പോലും നമ്മളോട് സഹകരണം കാണിക്കാതെ വന്നപ്പോൾ ഒത്തിരി വിഷമം എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ
ഒരു വർഷം കൊണ്ടിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോന്നു തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വിളിച്ചുമില്ല. അതും മറ്റൊരു കാര്യം. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ഒരാൾ ചെന്ന് കയറുമ്പോൾ അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ആ സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ എന്നിട്ടും ഒരു അഡ്മിഷൻ തന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഏതൊരു പബ്ലിക് സ്കൂളിലും ഒരു വർഷത്തിന്റെ പകുതിയാകുമ്പോൾ നമ്മൾ അഡ്മിഷൻ ചെന്ന് ചോദിച്ചാൽ പക്ഷേ അവർ നമ്മൾ തിരിച്ചു കൊടുത്തില്ല. പക്ഷെ നമ്മുടെ സാഹചര്യം ഡൽഹി വരെ പോയി ഇറങ്ങി അഡ്മിഷൻ ഒന്നും കിട്ടാതെ. എന്റെ സാഹചര്യങ്ങൾ അവർക്കും അറിയത്തില്ല. അതെ അതെ, അവിടുത്തെ സിസ്റ്റമാണ് എനിക്കും അറിയത്തില്ല. അന്നത്തെ ചെറുപ്രായത്തിലൊന്നും അറിയത്തില്ല. നമ്മളെ ഇപ്പം ഏതൊരു വിഷയവും രണ്ട് ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് ഭാഗത്തും അതിൻ്റെതാകുന്ന തീർച്ചയായിട്ടും ശരികളുണ്ട്. പറയാം പാസ്റ്ററെ കണ്ടിന്യൂ. പാസ്റ്ററുടെ കുട്ടിക്കാല അനുഭവങ്ങൾ എന്ന് പറയുമ്പോഴേ പാസ്റ്ററുടെ ജീവിത സാഹചര്യം, കുടുംബത്തിന്റെ സാഹചര്യം, ഈ രണ്ട് ജീൻസ് കൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു അങ്ങനെ ഒരു സങ്കടം, കഷ്ടതയുടെ ഒരു സാഹചര്യമായിരുന്നു. കാരണം ഞാൻ ഈ റിവൈവൽ സെൻ്റർ എന്ന് പറഞ്ഞ ചർച്ച, അതായത് പെന്തക്കോസ്റ്റ് ചർച്ച് ബോർഡിൻ്റെ PG ദാനി സാറിൻ്റെ ഒക്കെ ചർച്ചാണ് ചർച്ച. അപ്പോൾ എറണാകുളത്തുള്ളതിൽ ഏറ്റവും ഒരു നല്ല ചർച്ചാണത്. അന്ന് ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ ഒത്തിരി ആളുകളെല്ലാം കുറഞ്ഞു. 2-3 കുടുംബങ്ങളെ ഇപ്പോൾ ഉള്ളു അവിടെ. ഒത്തിരി സങ്കടമുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ കഷ്ടതയിലൂടെയാണ് കടന്നു പോയത്. ഞാൻ സൈക്കിളിലാണ് മിക്കവാറൊക്കെ ആരാധനയ്ക്ക് വരുന്നത്. മുണ്ടമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ പള്ളിമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ സൈക്കിളിലാണ് അന്ന് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ഡാഡിയൊക്കെ സൈക്കിൾ, എൻ്റെ ഫാദർ ഒരു സൈക്കിൾ മെക്കാനിക്കാണ്. എനിക്കത് കാരണം സൈക്കിളിൻ്റെ മെക്കാനിക്സൊക്കെ നന്നായിട്ട് അറിയാം, സൈക്കിളിൻ്റെ പണിയെല്ലാം അറിയാം. അങ്ങനെ സൈക്കിളിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചും എനിക്ക് ഈ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ എനിക്ക് കാശില്ലാതെ വന്ന സമയങ്ങളുണ്ട്. എൻ്റെ പിതാവിനോട് ചോദിച്ചെന്നാലും തരത്തില്ല, മാതാവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡാഡിയോട് ചോദിക്കാൻ പറയും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി. അങ്ങനെ ഒരിക്കൽ എനിക്ക് മമ്മി ഒരു 30 രൂപ എൻ്റെ കയ്യിലെടുത്ത് തന്നിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് ഉള്ള ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പ് നോക്കിയാൽ എല്ലാത്തിനും ഭയങ്കര വില. അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പ് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ചർച്ചിലേക്ക് ചെന്നു. ചർച്ചിലേക്ക് ചെന്നപ്പോഴത്തേന് പുതിയ ചെരുപ്പ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിഹാസമൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. സാമ്പത്തികമായിട്ട് ഒത്തിരി ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നെ അതിനുശേഷമായിട്ട് ഈ ബൈബിൾ കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞ ശേഷമായിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലൊരു സമാധാനം. സൈക്കിളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ദേവദാസൻ കോഴിക്കോട്ട് നിന്ന് വന്ന അനുഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹം ഈ പാസ്റ്ററാണ്, സൈമൺ പാസ്റ്റർ, അറിയാമോ? കോഴിക്കോട് ഏരിയയിലൊക്കെ സൈക്കിളിൽ സുവിശേഷം അറിയിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു, കോഴിക്കോട് ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. ആ ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ് എല്ലാം കൂടാണ് ഈ സുവിശേഷം അറിയിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് പാസ്റ്റർ പറഞ്ഞില്ല, പാസ്റ്റർ കോഴിക്കോട് ഒരു ബൈബിൾ സ്കൂളിൽ പഠിച്ചത്. ഞാൻ ചോദിക്കുക, ആ ബൈബിൾ സ്കൂൾ കോഴിക്കോടല്ല ഞാൻ പഠിച്ചത്, മലബാർ നിലമ്പൂർ. ഓക്കെ. അപ്പോൾ രണ്ട് സ്ഥലം. അതെ, നിലമ്പൂരാണ് പഠിച്ചത്. ശരി പാസ്റ്റർ. നിലമ്പൂർ VK റോഡ് എന്ന് പറയും. അവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിനോട് ചേർന്നുള്ള ഒരു ബിൽഡിങ്ങിൽ അവിടെയാണ് ബൈബിൾ കോളേജ് തുടങ്ങിയത്. ശരി, അപ്പോൾ പറഞ്ഞ ഭാഗത്തുനിന്ന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തില്ല. കുഴപ്പമില്ല. അങ്ങനെ ബൈബിൾ കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ ശേഷം ഇടയ്ക്ക് പ്രവർത്തനത്തേക്ക് ഞാൻ പോകുമായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ വീട്ടിലത്തെ അന്തരീക്ഷത്തിന് ഒരു വ്യത്യാസമില്ല. എൻ്റെ ഫാദർ മിക്കവാറൊക്കെ എന്നെ ഇച്ചിരി മിണ്ടാതെയായി. എന്നോട് കുറച്ച് നാളായിട്ട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അതിന് ഒത്തിരി വിഷമം. അപ്പം എന്നോട് ഭയങ്കര അകൽച്ച കാണിക്കാൻ തുടങ്ങിയ സമയങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാനങ്ങ് മടുത്തു ആകെ കൂടെ. കാരണം ബൈബിൾ കോളേജിൽ പോകാൻ പറഞ്ഞത് എൻ്റെ ഫാദറാണ്. അതിനുശേഷമായിട്ട് ഞാൻ തിരിച്ചു വന്ന് ശുശ്രൂഷയിലായിരുന്നിട്ട് പോലും എന്നോടൊരു ആ മനോഭാവത്തിന് വ്യത്യാസമില്ല എന്നൊക്കെ ഉള്ളത് എൻ്റെ ഉള്ളത്തെ ഒത്തിരി അങ്ങ് വേദനിപ്പിച്ചതാണ്. ഒരാഴ്ച ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഇരുന്ന് തിന്നാൽ മതിയിടാന്ന് പറഞ്ഞപ്പോഴത്തേന് അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ടാക്കി. ഞാൻ പിന്നെ കുറേ നാൾ ആരാധനയൊക്കെ പോകാതെയായി. പിന്നെ ഒരു പിന്മാറ്റത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് മാറി. എങ്കിലും അങ്ങനെയൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ വന്നിരുന്നത് ബൈബിൾ വായിക്കും. പ്രത്യേകിച്ച് ഈ സദൃശ്യവാക്യങ്ങൾ, ആ ഭാഗങ്ങളെല്ലാം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. രാത്രി വന്നിട്ട് ഇടയ്ക്ക് ഇരുന്ന് വായിക്കും, പിന്നെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങും. അതൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിനുശേഷമായിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു വിഷയം ഉണ്ടായത്. ഞാനൊരു ജോലിക്ക് അവിടെ പോയി, ജിയോ സീ ഫുഡ് എന്ന് പറഞ്ഞൊരു സീ ഫുഡിൻ്റെ ജോലിക്ക് പോയി സ്റ്റോർ ബോയ് ആയിട്ട് കയറി. ഭയങ്കര കഠിനമായിട്ടുള്ള അധ്വാനമാണ് അതിൻ്റെ അകത്ത്. പകൽ ഏകദേശം രാവിലെ 8 മണിക്ക് ജോലിക്ക് കയറിയ 5 മണി ഏകദേശം 6 മണിയാവുന്ന പുറത്തിറങ്ങുമ്പോൾ. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ 5 മണിക്ക് കയറി കഴിഞ്ഞാൽ 9:30 ഒക്കെ കഴിയുമ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ. 8 മണിക്കാണ് ഇറങ്ങേണ്ടത്. പക്ഷേ 8 മണി 8:30 9 മണിയോടെ ഇടയ്ക്ക് എനിക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെ ഇച്ചിരി കഠിനമായിട്ടുള്ള ജോലിയാണ്. അപ്പോൾ ആ ജോലിക്ക് കയറിക്കഴിഞ്ഞ് ആദ്യം കയറി ഒരു 2-3 ദിവസമായപ്പോൾ തന്നെ എൻ്റെ കൈ ഇടറിയിട്ട് എൻ്റെ കൈക്ക് ഭയങ്കര നീര് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ട്രേ എടുത്ത് ഇങ്ങനെ അടിക്കണം. അതിൻ്റെ അകത്തുള്ള ഫ്രീസ് ചെയ്ത് വെക്കുന്ന സ്ലാബ് എടുത്ത് ഇങ്ങനെ അടിച്ചാണ് അതിൻ്റെ അകത്ത് നിന്ന് പിടിയിക്കുന്നത്.
എന്നിട്ടാണ് അത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു കുഴപ്പമില്ലടാ നീ മാറി നിന്നോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്കങ്ങ് ഭയങ്കര സങ്കടം തോന്നിയിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊന്ന് ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി വേദനപ്പെട്ടു. എന്നിട്ട് ഞാൻ അടുത്ത ഒരു ലോഡ് വന്ന സമയത്ത് ഞാൻ അങ്ങ് എടുത്തിട്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ മാറി നിന്നില്ല. ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വേദന സഹിച്ച് അങ്ങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടുന്ന് ഒരു നീര് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. എനിക്ക് കൈ അങ്ങ് ഫ്രീ ആയി. അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമായി. ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം എനിക്ക് പിന്നെയും പ്രാർത്ഥന കർത്താവ് കേട്ടല്ലോ എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫാദർ ഇങ്ങനെ പലരോടും പറയാൻ തുടങ്ങി ഞാൻ കടയിൽ വരുന്നില്ല. എൻ്റെ സൈക്കിൾ ഷോപ്പുണ്ട്, ഒരു STD ബൂത്തും സൈക്കിൾ ഷോപ്പൊക്കെ കൂടിയതാണ് അന്നത്തെ. അപ്പോൾ അവിടെ വരുന്നില്ല എന്നൊക്കെ ഒരു പരാതി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് ഈ പാസ്റ്റർ ജോസ് ജേക്കബ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നതും അദ്ദേഹവുമായിട്ട് ഫാദർ സംസാരിച്ചിട്ട് പറഞ്ഞു അവനിങ്ങനെ വരുന്നില്ല, അവനിങ്ങനെ ഉറപ്പായിട്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞില്ല പറഞ്ഞു. അങ്ങനെ എന്നെ വീണ്ടും സൈക്കിൾ ഷോപ്പിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ എനിക്ക് പറ്റത്തില്ല, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കുടുംബത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനൊക്കെ എങ്ങനെ വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ നിർബന്ധിച്ച് ഒരപ്പൻ അങ്ങനെ അപ്പൻ്റെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു ജോസ് ജേക്കബിനോട്, പാസ്റ്റർ ജോസ് ജേക്കബിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നീട് ഇത് തിരിച്ചു പറഞ്ഞൊരു സാഹചര്യം വരും. അതെ, ഞങ്ങൾ വിളിക്കുന്നത് സലീന്നാണ്. ജോസ് കുട്ടി എന്നൊരു പേര് അവിടെ വിളിക്കാറുണ്ട്, അങ്ങനെ വിളിക്കാറുണ്ട്, സലീന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് വരുത്തി അദ്ദേഹത്തോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ എങ്ങനെയായാലും ജോലി മാറ്റി, ആ ജോലിക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാറ്റി പറയേണ്ട ഒരു സമയം വരും, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കടയിൽ പതുക്കെ പിന്നെയും കടയിൽ പോകാൻ തുടങ്ങി, സൈക്കിൾ ഷോപ്പിൽ പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാളുകളേ ആയുള്ളൂ. ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ഫാദർ പതുക്കെ എന്നോട് ഇങ്ങനെ മിണ്ടാതെയായി. ഇപ്പോൾ താക്കോടുത്തുണ്ട് അദ്ദേഹം ആദ്യം പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും എനിക്ക് മനസ്സിലായി സംഗതി എന്നെ പതുക്കെ പുറത്ത് ഇറക്കാനുള്ള പരിപാടി ആയിരിക്കും എന്നെനിക്ക് തോന്നി. എന്നാലും ഞാൻ ഓർത്തു അദ്ദേഹത്തിന് ഇങ്ങനെ വാക്ക് പറഞ്ഞല്ലോ, ഇത് തിരിച്ചു പറയേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം എന്നോർത്ത് ഞാൻ വീണ്ടും ഷോപ്പിൽ പോകാൻ തുടങ്ങി. പോയി കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷമായിട്ട് വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു അവനോട് കടയിൽ നിന്ന് മാറാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ കടയിലേക്ക് കയറുന്നത്. ഇവർ തന്നെ പറഞ്ഞു കടയിൽ നിന്ന്, അടി തന്നെ പറയുന്നു വീണ്ടും കടയിൽ നിന്ന് മാറണമെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ആ കൂടെ വീണ്ടും വിഷമമായി. കാരണം ഞാൻ ഒരു ജോലിക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകാൻ തുടങ്ങിയതുള്ളൂ, ഇനി എങ്ങനെ ഞാൻ ആ സ്ഥാപനത്തിലേക്ക് കയറും എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം ഞാനപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ജോസ് പാസ്റ്റർ ചോദിച്ചു ഡാഡിയോട്, അങ്കിൾ പറഞ്ഞിട്ടല്ലേ ഞാനിത് കാര്യങ്ങളൊക്കെ ചെയ്തത്, അവനോട് ഞാൻ പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ കടയിലേക്ക് വരാൻ പറഞ്ഞു, അവൻ എത്ര നിർബന്ധിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ കടയിൽ തന്നെ ഇരിക്കുവാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളുരുത്തിയിലാണ് താമസിക്കുന്നത്. അന്ന് ഞങ്ങൾ താമസിക്കുന്നത് പള്ളുരുത്തിയിലാണ്. മുണ്ടമ്പേലിലായിരുന്നു ഞങ്ങളുടെ വീടെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് മാറി പള്ളുരുത്തിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ സൈക്കിളിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നീ അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, ഇതൊക്കെ തിരിച്ചു പറയേണ്ടി വരുമെന്ന് പറഞ്ഞില്ലേ, അത് ആ സമയം ഇന്ന് വന്നിരിക്കുകയാണ്, ഞാൻ തിരിച്ചു പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്. നീ കടയിൽ നിൽക്കുന്നത് ഡാഡിക്ക് ഇഷ്ടമല്ല, വീട്ടിൽ നിൽക്കുന്നതും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരൻ എന്നോട് പറയുന്നത് അത്. അപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ലല്ലോ. പിന്നെ ഞാനപ്പോൾ ആലോചിച്ചിട്ട് എനിക്കൊരു വഴിയും കാണുന്നില്ല. ഞാനെന്നാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാം, വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ എവിടെ നിന്ന് എവിടെയെങ്കിലും പോകണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് എന്നോട് അദ്ദേഹം പറയുന്നത്. ബൈബിൾ കോളേജ് അന്നേരം അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പഠിത്തം കഴിഞ്ഞതിന് ശേഷമായിട്ട് വന്നിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം, അതുവരെ നീ എവിടെയെങ്കിലും പോയി നിൽക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വയനാട് എൻ്റെ ഡാഡിയുടെ അനിയൻ താമസിക്കുന്നുണ്ട്, ബേബി എന്നാണ്, അദ്ദേഹം മരിച്ചു പോയി ചില വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ കുറച്ച് അദ്ദേഹത്തെ സഹായിച്ചു. ഈ കോൺട്രാക്ടർ വർക്കൊക്കെ ഉള്ള ആളാണ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ വർക്കൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ സഹായിച്ച് അവിടെ നിന്നു. അതിനുശേഷമായിട്ട് ഇദ്ദേഹം കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ കോഴിക്കോട് നിന്ന് അവിടെ വയനാട് വന്നു. പിന്നെ കോഴിക്കോടേക്ക് പോയി, അവിടെ നിന്ന് ട്രെയിൻ കയറി ഞങ്ങൾ നേരെ ബോംബെയിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ബോംബെയിൽ കാലുകുത്തുന്നത്. അന്ന് ആ ബോംബെയിലേക്ക് വന്ന സമയത്ത് തന്നെയാണ് ഈ വടാപ്പാവ് ഞാൻ കഴിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ വടാപ്പാവിൻ്റെ കാര്യം പറഞ്ഞത്. ബോംബെക്കാരുടെ ഒരു വികാരമാണ് വടാപ്പാവ്. ബോംബെ എന്ന് പറയുമ്പോൾ വടാപ്പാവ് അല്ലേ? തീർച്ചയായിട്ടും അതെ. പാവം പിടിച്ചവരുടെ ഭക്ഷണം എന്നും പറയാം, കാരൻ്റെ ഭക്ഷണം എന്നും പറയാം. കാരണം പല ആളുകളും വടാപ്പാവ് കൊണ്ടാണ് ബോംബെയിൽ പിടിച്ചു നിൽക്കുന്നത്. ഞാനും വടാപ്പാവ് കൊണ്ടായിരുന്നു. അങ്ങനെ ബോംബെയിൽ വന്നതിന് ശേഷം ജോലി കിട്ടാതെ ഒരു 1.5 മാസത്തോളം ഞാൻ ബോംബെയിൽ ജോലി കിട്ടാതെ നിന്നു. അന്നേരം എൻ്റെ ഈ പാസ്റ്റർ ജോസ് ജേക്കബിൻ്റെ ചേച്ചി ഒരാളിവിടെ ബോംബെയിലുണ്ട്. അവരുടെ വീട്ടിലേക്കാണ് എന്നെ ആക്കിയിട്ട് പോകുന്നത്. അന്നേരം ജോസ് ജേക്കബിൻ്റെ
മദറും അവിടെ ഉണ്ട്. അപ്പോൾ ആൻറ്റി എന്നോട് വലിയ സ്നേഹമാണ്. അപ്പോൾ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ കുറച്ച് നാളുകൾ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെയാണ് അവിടുത്തെ അളിയൻ, അതായത് ഈ അലീസ് എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഭർത്താവ് എനിക്കൊരു ജോലി ഞാൻ നോക്കാൻ പറ്റുന്നത്, എനിക്ക് ചെയ്യുമെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം. അങ്ങനെ ഒരു പ്രസ്സിലൊരു ജോലിക്ക് ഞാൻ കയറാൻ തുടങ്ങിയത്. അവിടെ ആണ് പിന്നെ കുറച്ച് നാൾ ഞാൻ ജോലി ചെയ്തു. അതിനുശേഷമായിട്ട് എനിക്ക് തോന്നി എൻ്റെ പോക്കത്ര ശരിയല്ല. കാരണം ഞാൻ ആരാധനക്ക് പോകുന്നില്ല. അപ്പോൾ എൻ്റെ പോക്കത്ര ശരിയല്ല. അപ്പോൾ ആരാധനക്ക് പോകാം എന്ന് വിചാരിച്ചു. ബോംബെയിൽ വസായിലായിരുന്നു. അതെ. ജോസ് പാസ്റ്റർക്ക് സത്യത്തിൽ വസായി അതെ അതെ വസായിൽ എൻ്റെ ചർച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു സോഡ ഓടിക്കുന്ന വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു ജോലിയാണ് ആദ്യം പുള്ളിക്കാരൻ എനിക്ക് വാങ്ങിച്ചു തന്നത്. പക്ഷെ അവർക്ക് എനിക്ക് ഭാഷ അറിയാൻ പാടാത്തതുകൊണ്ട് കുറച്ച് ദിവസങ്ങളേ പോയുള്ളൂ. അതിനുശേഷമായിട്ട് അവർക്ക് പഴയ ജോലിക്കാരൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ എന്നോട് മാറാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മാറുന്നത്. പിന്നീടാണ് ഇവിടെ പ്രസ്സിലൊരു ജോലി കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു വീട് ഇവിടുന്ന് മാറാം, ഇനിയിപ്പോൾ ഇത്ര നാൾ ചേച്ചിയുടെ വീട്ടിൽ താമസിക്കുന്നത്, അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചു. മറ്റൊരു അന്നേരം ജോസ് ജേക്കബ് എന്ന് പറഞ്ഞ പാസ്റ്ററിൻ്റെ അനിയൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ സഹോദരൻ, എൻ്റെ അനിയനാണ്, കസിൻ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോയി മറ്റൊരു ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ചെറിയൊരു റൂമാണ്, ഒരു നഗിൻതസ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ഒത്തിരി ദൂരം ഉൾഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ താമസിക്കാൻ തുടങ്ങി. ആ ഗ്രാമത്തിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ 7 പേര് നിരന്നിങ്ങനെ കിടക്കുകയാണ്. നല്ല സുപ്പാടയാണ് അതോ? നല്ല സുപ്പാറ. അതെ അതെ. അതിൻ്റെ അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം, ഗ്രാമത്തിലേക്ക്, ഉള്ളിലേക്ക്. നഗിൻദാസ്പാട ഭാഗത്ത് നമുക്ക് ഒരു സർവീസ് ഉണ്ട്, നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട് ആ ഭാഗത്ത്. അതെ. അവിടെ താമസം തുടങ്ങിയപ്പോഴത്തേനുമാണ് അവരുടെ പൈസ മോഷണം പോയെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ താമസിക്കാൻ ചെന്ന രാത്രി ഒരു 11:30 സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അവിടെ കിടന്നുറങ്ങി. ഇവരാരും എന്നെ ശരിക്കും കണ്ടിട്ടില്ല. അങ്ങനെ അവരുടെ കാശ് കാണാതെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ തേടി അവർ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നു. അങ്ങനെ എന്നെ തല്ലാൻ വേണ്ടി അവർ വന്നത് വാസ്തവത്തിൽ. പക്ഷെ അതിൽ ഒരുത്തൻ എന്നോട് പറഞ്ഞു, അവർ തമ്മിൽ സംസാരിക്കും, പറഞ്ഞു, എടാ ഇവൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ എല്ലാവരും ശരിയാടാ, ഇവൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായി എന്നെ, അതൊരു ദൈവത്തിൻ്റെ ഒരു കൃപയായിരുന്നു. അപ്പോൾ എന്നോടുള്ള ദൈവത്തിൻ്റെ കരുണ ഞാൻ അപ്പോഴും ആലോചിക്കാൻ തുടങ്ങി. ദൈവം എന്നെ അവിടെ നിന്ന് വിടുവിച്ചല്ലോ. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അവരുടെ വീട്ടിൽ തന്നെ താമസിക്കാൻ വീണ്ടും അവരുടെ റൂമിൽ തന്നെ എന്നെ താമസിക്കാനൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ പോക്ക് അത്ര ശരിയല്ല. അന്നേരം കള്ള് വാങ്ങിച്ചു തരാനും ചാരായം വാങ്ങിച്ചു തരാനൊക്കെ ആൾക്കാരുണ്ട്. ഭക്ഷണത്തിന് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ഭക്ഷണം അങ്ങനെ കഴിക്കാനുള്ള സാധ്യത ഇല്ല. ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് ഒരു പെന്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അല്ലേ, സ്കൂളിലൊക്കെ പഠിച്ച ആളല്ലേ, വാങ്ങിച്ചു തരാൻ ആളുണ്ടെന്ന് പറഞ്ഞു. കുടിച്ചോ? അതെ, കുടിച്ചു. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാനൊന്നും ഉള്ള പ്ലാനൊന്നും ഇല്ല. എങ്കിലും എന്നെ ജീവിതം മടുത്തു എന്ന് പറഞ്ഞാൽ ജീവിതത്തോടുള്ള ഒരു വൈരാഗ്യം അതുണ്ടായിട്ട് നമ്മുടെ ജീവിതം ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ, ഇനി എങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഈ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉന്തിത്തള്ളി ബൈബിൾ സ്കൂളിൽ വിട്ടു, എന്നാൽ പിന്നീട് വന്ന് ഒരു വലിയ പിന്മാറ്റത്തിലേക്കാണ് ഈ പ്രിയപ്പെട്ട മാക്സൺ പാസ്റ്റർ പോയത്. ആ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിച്ചത്, നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം എന്ന് പറഞ്ഞത്. അതെ പാസ്റ്ററെ, പറഞ്ഞാട്ടെ. അപ്പോൾ ഈ ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ ശേഷമാണല്ലോ ഞാൻ ഈ വെള്ളവടിയും കാര്യങ്ങളൊക്കെ. അത് അതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ വെച്ചൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിലും പിന്നീട് അതൊക്കെ നിർത്തി. എങ്കിലും പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ബോംബെയിൽ വേറെ നേരെയുള്ള ജോലിയൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇങ്ങനെയൊക്കെയുള്ള ജോലിയൊക്കെയാണ്, കഷ്ടപ്പാടും ഒക്കെയാണ്. പക്ഷേ എനിക്കവിടെ താമസിക്കാനുള്ളൊരു പെർമിഷൻ ഉള്ളത് കൊണ്ടിട്ട് അത് അങ്ങനെ താമസിക്കാം, ഇത്രേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ദുസ്സഹമായി ജീവിതം. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല. കാരണം കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ചിലവാക്കാനുള്ളൊരു പേടി. കാരണം ഇത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും മൊത്തം പട്ടിണിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടി കാരണം പതുക്കെ കുറച്ച് കാശ് അന്ന് വല്ലപ്പോഴും ഒരു വടാപ്പാവ് വാങ്ങിച്ച് കഴിക്കും. അതാണ് എൻ്റെ ഒരു ആശ്വാസം. ഏക ആശ്വാസം പറഞ്ഞാൽ വടാപ്പാവാണ്. അങ്ങനെ ചിലപ്പോൾ പച്ചമുട്ട, സാധാരണ കോഴിമുട്ട വാങ്ങിച്ചിട്ട് ഞാൻ പൊട്ടിച്ച് കുടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എനിക്ക് തോന്നി എൻ്റെ പോക്കത്ര ശരിയല്ല, അതുകൊണ്ട് ഇനി ചർച്ചിലേക്ക് പോകണം, ആരാധനയ്ക്ക് പോകണം. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രേരണ ഉള്ളത്തിൽ നിന്നിങ്ങനെ പൊങ്ങി വരികയാണ്. ഞാനങ്ങനെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ചർച്ചുണ്ട് നമ്മുടെ വസായി തന്നെ. അവിടെ ഞാൻ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. അവിടെ ചെറിയാന്നൊരു അച്ഛനൊന്നും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് വലിയ കാര്യമായിരുന്നു.
അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള നല്ല സ്വന്തമായിട്ട് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വിദേശത്താണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. 2-3 ആഴ്ച ഞാൻ ആരാധനയ്ക്ക് പോയതേ ഉള്ളൂ. 4-ാമത്തെ ആഴ്ചയപ്പോഴത്തേനും പുള്ളി എന്നോട് ചോദിച്ചു എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് മാറാൻ പറഞ്ഞു എന്നോട്. ഞാനിവിടെ നല്ല വീട് ഒരുക്കി തരാമെന്ന് പറഞ്ഞു. വിശ്വാസികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, ഒരു ഫ്ലാറ്റിലേക്ക് എനിക്ക് സൗകര്യം ചെയ്തു തന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് വീട് മാറി. അന്ന് തന്നൊരു ബെഡ്ഷീറ്റ്, പുള്ളിക്കാരൻ എനിക്ക് തന്ന ബെഡ്ഷീറ്റ് കുറേ വർഷങ്ങളോളം ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷവും ഞാനത് കൊണ്ടു നടക്കുമായിരുന്നു. അത് ഉറഞ്ഞ് കീറിപ്പോയപ്പോഴാണ് ഞാനത് മാറ്റിയത്. അങ്ങനെ ചെറിയാച്ചാനെ ഞാനെപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം മരിച്ചു പോയി. കാനഡയിലുള്ള ബിനോയ് പാസ്റ്ററുടെ പപ്പായുടെ കാര്യമാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ആയിരിക്കാം. ബിനോയ് ചെറിയ ആണല്ലേ? ഓക്കെ, അപ്പോൾ അത് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അദ്ദേഹം എനിക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു പുള്ളിക്കാരൻ്റെ. പിന്നെ അദ്ദേഹത്തെ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വിളിക്കുമ്പോൾ അദ്ദേഹം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എന്നാണ് അറിയുന്നത്. പിന്നെ എവിടെ വീടുന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, അവരുടെ കുടുംബത്തിലുള്ള വേറെ ആരും കണ്ടിട്ടില്ല. അതെനിക്കൊരു ആശ്വാസമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. അദ്ദേഹം മുഖാന്തരം എനിക്കൊരു ജോലിയും, അദ്ദേഹം മുഖാന്തരം ഒരു കമ്പ്യൂട്ടർ കഫേയിൽ, ഇൻ്റർനെറ്റ് കഫേയിൽ ഒരു ജോലി എനിക്ക് അദ്ദേഹം വഴിയായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നു. അങ്ങനെ കുറച്ച് നാൾ അവിടെയായിരുന്നു. അപ്പോൾ എനിക്ക് ആരാധനയ്ക്ക് സ്ഥിരം പോകാൻ തുടങ്ങി. പിന്നെ അവിടെ വെച്ച് അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. ഞാൻ ആയിരുന്ന ഷോപ്പിൽ, ഇൻ്റർനെറ്റ് കഫേയിൽ. അദ്ദേഹം എന്നോട് ആദ്യമൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറിയെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ട്രാക്കങ്ങ് മാറി. പെട്ടെന്ന് ഒരു വല്ലാത്ത നിലയിൽ എന്നോട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ വേദന കൊണ്ടിട്ട് ഇപ്പോൾ നാട്ടുകാരും ഇല്ല, വീട്ടുകാരും ഇല്ല, ഇവിടെ വന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് ഇവിടെയും എനിക്ക് ഗതിയില്ലാത്തൊരവസ്ഥയാണല്ലോ എന്നോർത്തിട്ട് ഞാൻ അന്ന് ജോലിക്ക് പോകാതെ കുറേ ദൂരം ഇങ്ങനെ നടന്ന് രാവിലെ മുതൽ ഇങ്ങനെ നടക്കുകയാണ്. എങ്ങോട്ടൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ഭ്രാന്തൻ നടക്കുന്ന പോലെ അങ്ങ് നടക്കുക. ഭ്രാന്തൻ ഞാൻ എന്നെ കണ്ട ഭ്രാന്തനാണെന്നൊന്നും തോന്നത്തില്ല. കാരണം ജീൻസും ഇൻസൈഡൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡായിട്ട് നടക്കുന്നത്. പക്ഷേ ഈ വെയിലത്ത്, പൊരി വെയിലത്തോടെ ഇങ്ങനെ നടന്ന് പോവുക. കുറേ ദൂരം നടന്ന് ഏകദേശം 3 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആൻറ്റി താമസിക്കുന്നുണ്ട്, എൻ്റെ ഫാദറിൻ്റെ ചേച്ചി താമസിക്കുന്ന ആൻറ്റി താമസിക്കുന്ന ആ വീട്ടിലേക്കൊന്ന് പോകാം. ആൻറ്റിയുടെ കയ്യിൽ നല്ല ചായ ഉണ്ടാകും. അന്ന് ഭയങ്കര ചായയുടെ പ്രായം എനിക്കെപ്പോഴും ഉണ്ട്. നല്ലൊരു ചായ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്നു. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ മുതൽ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര ഒരു അത്ഭുതം. നീ വന്നോ? നിനക്കൊരു കോളുണ്ടായിരുന്നു, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഒരു 5 മണിയാകുമ്പോൾ വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടുന്ന് കോൾ വരാനാണ്. കാരണം ഞാൻ ആർക്കും നമ്പറും കൊടുത്തില്ല, ഇവരുടെ നമ്പറല്ലേ ഉള്ളൂ കൊടുക്കാൻ. അന്ന് ലാൻഡ് ഫോണാണല്ലോ, അന്ന് മൊബൈലൊന്നും ഇറങ്ങാത്ത സമയങ്ങളാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ആരാ വിളിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ച് ആൻറ്റി ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ഞാൻ ചായ കുടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇരുന്ന സമയത്ത് എന്നോട് പെട്ടെന്ന് 5 മണിയായ സമയത്ത് ഒരു കോൾ വന്നപ്പോൾ നവജീവൻ ധാര എന്ന് പറഞ്ഞ മ്യൂസിക് ടീമിലെ ടീം ലീഡറാണ് എന്നെ വിളിക്കുന്നത്. ബിജു ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നാട്ടിൽ നിന്നല്ല വിളിക്കുന്നത്. പുള്ളി വിളിക്കുന്നത് അന്ന് പൂനെയിൽ നിന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ടീമായിട്ട് പൂനെയിലുണ്ട്. ഔറംഗാബാദ് ബേസ് ചെയ്താണ് ആ ടീം അന്ന് വർക്ക് ചെയ്യുന്നത്. പോൾ വർഗീസ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററിൻ്റെ ആണ് ആ ടീം. ഇന്നവിടെ നവജീവൻ ധാര എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം ഉണ്ട് അവിടെ. അവർ ഇപ്പോഴും സജീവമാണ്. ചർച്ച് മിനിസ്ട്രി ആയിട്ട് അവരങ്ങനെ ചർച്ച് മിനിസ്ട്രി മാത്രമേ ഉള്ളൂ ഇപ്പോൾ, അങ്ങനെ ടീം വർക്കായിട്ടില്ല. അപ്പോൾ ഈ ടീമിലെ ലീഡറാണ് ബിജു ജോൺ എന്ന് പറയുന്ന പാസ്റ്റർ. അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. അദ്ദേഹത്തെ പാസ്റ്ററൊന്നും അല്ലാതെ വേറൊരു CSI ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ രണ്ടും ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എങ്കിലും സുവിശേഷ വേലയോട് നല്ല താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. അപ്പോൾ മാക്സ് നല്ല പേര്, ബൈബിൾ കോളേജ് പഠിച്ചതാണോ? അതെ. തബല വായിക്കുമല്ലേ? തബല വായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരിട്ടൊന്നത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ നാളെ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വന്നോളാൻ പറഞ്ഞു. കാരണം എനിക്ക് അന്ന് ഈ ജോലിയോടുള്ള മടുപ്പ് കാരണം, പുള്ളിയോടുള്ള, ഞാൻ പറഞ്ഞില്ല ഒരു മലയാളി അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് ജോലിക്ക് പോകാൻ തോന്നുന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു കൊടുത്ത ആ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു. ആ അഡ്രസ്സിൽ കൃത്യമായിട്ട് പുള്ളിക്കാരൻ വന്ന് കയറിയിട്ട് എന്നോട് പറഞ്ഞു, പരിചയപ്പെട്ട് കഴിഞ്ഞ ശേഷമായിട്ട് പറഞ്ഞു, ബാ നമുക്ക് ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ എങ്ങനെ പോകാനാണ്? കാരണം എനിക്ക് ഒന്നാമത് ജോലിയുടെ കാര്യങ്ങൾ, അവിടുത്തെ ശമ്പളം കിട്ടിയിട്ടില്ല, 1 മാസം പോലും തികഞ്ഞിട്ടില്ല നേരം. മാത്രമല്ല ഞാൻ താമസിക്കുന്ന റൂമിൽ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫിനാൻഷ്യൽ കൊടുത്തു തീർക്കേണ്ട പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഷെയർ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ അതിന് പെട്ടെന്നൊന്നും എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്തൊരു 300 രൂപ എടുത്ത് എൻ്റെ പോക്കറ്റ് ഇട്ട് തന്നു. അന്ന് 300 രൂപ എന്നിട്ട് പേര് 30,000 രൂപ കിട്ടിയതിൻ്റെ ഒരു പവറായിരുന്നു എനിക്ക്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വേഗത്തിൽ സെറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഏത് വർഷമായത്? അത് ഏകദേശം 98 അവസാനം സമയങ്ങൾ.
അപ്പോൾ ഞാൻ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ റൂമിൽ നിന്ന് ഭയങ്കര വിഷയം, കാരണം ഇപ്പോൾ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരും വിഷയം ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് എന്തായാലും പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർ വന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിച്ചു. ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം 500-ഓളം എൻ്റെ അടുത്ത് അന്നേരം അവർ വാങ്ങിച്ചു. കുഴപ്പമില്ല, എങ്കിലും കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തല്ലോ. ചെയ്തതിന് ശേഷമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ പൂനെക്ക് പോവുകയാണ്. കാരണം പൂനെക്ക് പോയി കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് രാവിലെ നാസിക്കിലേക്കാണ് ടീം പോകുന്നത്. പിന്നെ അവരെവിടെയാണെന്നുള്ളതിന് എനിക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എന്നെ നേരത്തെ തന്നെ കൂടെ അങ്ങ് കൊണ്ടുപോകാമെന്ന് വെച്ചത്. അങ്ങനെയാണ് ഞാൻ മ്യൂസിക് ടീമിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ എത്ര അത്ഭുതകരമായിട്ടാണ് അവിടെ നിന്ന് ദൈവം എന്നെ പൊക്കിയത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി അന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അതിനുശേഷം ഈ നവജീവധാര ടീമിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഏകദേശം 1 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്ത് അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് പോയി. പിന്നീട് ഞാൻ ഡൽഹിയിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ അളിയനെ, എൻ്റെ പെങ്ങളും കുടുംബമായിട്ട് ഇവിടെ ഡൽഹിയിലുണ്ട്. അവർ ICPF എന്ന് പറഞ്ഞ ഏഞ്ചലോസിനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ അവരോട് ചേർന്ന് കുറച്ച് പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവർ ഗുജറാത്തിൽ ഒരു ടീം നേരത്തെ ഉണ്ടായിരുന്നു, ഏഞ്ചലോസ് ഉണ്ടായിരുന്നു ഗുജറാത്തിൽ. അവർക്ക് ബസ്സും എല്ലാം ഉണ്ട്, സ്റ്റേജൊക്കെ ഉള്ള ബസ്. അപ്പോൾ നമ്പർ 1 നമ്മുടെ കേരളത്തിലാണ് ഏഞ്ചലോസിൻ്റെ നമ്പർ 1. രണ്ടാമത്തത് 2 ബസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ബസ്സാണ്, അതെ, അത് ഗുജറാത്തിലായിരുന്നു. പിന്നെ 3ാമത്തെ ടീമാണ് ഈ ഡൽഹിയിലുള്ള ടീം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ആ ടീമിലേക്ക് വീണ്ടും അവർ ഒന്നും കൂടെ ഒന്ന് സജീവമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ടീം മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്നെ അതിനകത്തേക്ക് വിട്ടു. അങ്ങനെയാണ് ഞാൻ ആ ടീമിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു ജി വർഗീസ് എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ. അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ടീം ഗുജറാത്തിൽ ബറോഡയിലല്ല, സുഭാഷ് ബ്രിഡ്ജിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് എൻ്റെ. എനിക്ക് മനസ്സിലായിരുന്നു. ഓക്കെ, അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ മരിച്ചു. 2 പേരുണ്ടായിരുന്ന അപകടത്തിൽ, ചർച്ചിലെ 2 പേര്. അത് ഞാൻ ഓർക്കുന്നില്ല, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇദ്ദേഹം ഒറ്റക്കാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. 2 വശത്തു നിന്ന് ഇടിച്ചിട്ടുണ്ട്. മരത്തിൻ്റെ വണ്ടി കാണുമ്പോൾ അറിയാം, പുറകിൽ നിന്ന് ഇടിച്ചിട്ടുണ്ട്, മുമ്പിൽ നിന്നും ഇടി വന്നിട്ടുണ്ട്. അങ്ങനെ മനഃപൂർവ്വം കൊന്നാന്നൊക്കെ ഒരു കേൾവി കേട്ടായിരുന്നു അന്ന്. അങ്ങനെ അദ്ദേഹം മരിച്ചതിന് ശേഷമായിട്ട് പിന്നെ ടീം പെട്ടെന്ന് അവിടെ നിന്ന് നിർത്തി കളഞ്ഞൊരു സാഹചര്യം വന്നു. ഏകദേശം 6 മാസത്തിന് ശേഷം അവിടെ നിന്ന് നിർത്തി. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്നതിന് ശേഷമായിട്ട് പിന്നെയും ഡൽഹിയിലേക്ക് എൻ്റെ പെങ്ങളും അളിയനൊക്കെ ഡൽഹിയിലേക്ക് വിളിച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റജി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മുഖാന്തരം എനിക്ക് തൽക്കാലം എനിക്കൊരു ജോലി ഒരുക്കി തരാം എന്ന് പറഞ്ഞ ഹരിയാന ചിക്കോപൂർ എന്ന സ്ഥലത്തൊരു ജോലി എനിക്ക് കിട്ടി. പിന്നെ അതിന് ശേഷമായിട്ട് അവരുടെ നവരംഗപൂർ എന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് ജോലിയിലേക്ക് അങ്ങോട്ട് വിളിച്ചു. അങ്ങോട്ട് പോയി അവരുടെ കമ്പനി തന്നെ. അത് മലകളൊക്കെ പൊട്ടിച്ചിട്ട് കല്ലും മണ്ണൊക്കെ വേർതിരിച്ച് വെക്കുന്ന സേറ്റി ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയായിരുന്നു അത്. പക്ഷേ ഞാൻ 1 മാസം ശമ്പളം വാങ്ങിച്ചു. 2ാമത്തെ മാസം ശമ്പളം വാങ്ങിക്കേണ്ടി വന്നില്ല, കമ്പനിയെ പൂട്ടിപ്പോയി. സുപ്രീം കോർട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത്, കർത്താവ്, ഞാനാണല്ലോ ഇതിന് കാരണക്കാരൻ. കാരണം യോന നിലവിലേക്ക് പോകാൻ പറഞ്ഞിട്ട് തർശീസിലേക്ക് കപ്പൽ കയറിയ പോലെ എൻ്റെ മനസ്സിൽ അത് തന്നെയാണ്, യോനെ കൊണ്ട് വെള്ളത്തിൽ ചാടിച്ചതുപോലെ. അതെ. അപ്പോൾ ഞാൻ അങ്ങനെ ആ കൂടെ പറയുമ്പോൾ ഇതാണല്ലോ കാര്യം, ഇതായിരിക്കും കാര്യം എന്നെനിക്ക് തീർച്ചയായിട്ടും ബോധ്യം വന്നു. എങ്കിലും ഞാൻ ഒരാഴ്ചയോളം അവിടെ നിന്നു. ഇതെങ്ങനെയെങ്കിലും തുറക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലി, അവരുടെ വലിയ വലിയ ആൾക്കാരൊക്കെ ആണല്ലോ അവർ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി തരുമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ചെക്ക് പോസ്റ്റിലാണ് ജോലി. എനിക്ക് എൻട്രി ചെയ്യുക, വണ്ടിയുടെ നമ്പറൊക്കെ എൻട്രി ചെയ്യുക, സീലടിച്ച് വിടുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അങ്ങനെ മാറി ചെയ്യും. ചെക്ക് പോസ്റ്റിൽ കൈ കാണിക്കാനും നിൽക്കും, ഇങ്ങനെ മാറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് അന്നത്തെ സ്റ്റാർട്ടിങ് സാലറി എനിക്ക് 4000 രൂപ. 4000 രൂപ എനിക്ക് കൊള്ളാം. കാരണം 2000 രൂപയ്ക്കുള്ള സാധാരണ സ്റ്റാർട്ടിങ് സാലറി നാട്ടിലൊക്കെ. ആ സമയത്താണ് എനിക്ക് 4000 രൂപ കിട്ടിയപ്പോൾ എനിക്കൊരു ആശ്വാസമായി. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഒരു വിവാഹമൊക്കെ കഴിച്ചൊക്കെ ജീവിക്കാം, സെറ്റിലാകാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കമ്പനി പൂട്ടിപ്പോയപ്പോൾ അത് റെഡിയായി. അപ്പോഴാണ് ഞാൻ എൻ്റെ പെങ്ങളെ ഡൽഹിയിലുണ്ട്, പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, കമ്പനി പൂട്ടി. അപ്പോൾ ഇത് ദൈവഹിതമാണ്. കാരണം ഇന്ന് അന്വേഷിച്ചൊരു പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ചർച്ച ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോൾ ഒന്നും പറയണ്ട, ഞാൻ കുറച്ച് ദിവസം ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ടൊരു തീരുമാനത്തിലെത്താം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഉപവസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് കിങ്സ് വേ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശമൂലട്ടി പാസ്റ്ററിൻ്റെ ചർച്ചാണ്. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നതെന്ന് കേൾക്കാനിടയായി. അങ്ങനെ അവിടെ ചെന്ന് ഉപവാസവും പ്രാർത്ഥനയായിട്ടൊക്കെ അവിടെ ഇരുന്നു. 3-ാമത്തെ ദിവസമായിട്ട് എന്നോട് മാത്രം ഒരു പ്രവാചകനും വന്ന് എന്നോട് സംസാരിക്കുന്നില്ല, ഒരു മെസ്സേജിലൂടെ എനിക്കൊരു ദൂതുമില്ല. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേൾക്കാതെ ഇനി ഞാൻ ഒരടി മുന്നോട്ട് വെക്കില്ല. അത് ജോലിക്കാണെങ്കിൽ ജോലിക്ക്, അല്ലെങ്കിൽ സുവിശേഷ വിലക്കാണെങ്കിൽ സുവിശേഷ വിലക്ക്. ഇനി ഞാനൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കത്തില്ല.
അന്നേരം ബൈബിൾ കോളേജിൽ പഠിച്ചതും മെമ്മറിയിൽ നിന്നെല്ലാം പോയി. ഒരു വാക്യം പോലും എനിക്ക് കാണാതെ അറിയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് വന്നു. ബൈബിൾ വായനയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വന്നു. അങ്ങനെയാണ് അവിടെ ഇരുന്ന് ഈ മൂന്നാമത്തെ ദിവസം ഉച്ചയായപ്പോൾ തന്നെ എല്ലാവരും പോയി. ഞാൻ ഒറ്റക്ക്, ഞാൻ വൈകിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഹോളിലേക്ക് വന്നു. അപ്പോൾ ആരുമില്ല. ഹോളിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഞാൻ ഇരിക്കുകയാണ്. ഇരുന്ന് ഞാനങ്ങ് എൻ്റെ ഹൃദയം അങ്ങ് ദൈവസന്നിധിയിൽ പകരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്തുകൊണ്ട് എന്നോടൊന്നും സംസാരിക്കാതെ? ഞാൻ എന്ത് ചെയ്തിട്ടും പരാജയമാണല്ലോ, എന്താ ചെയ്യേണ്ടത് ഞാൻ എന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് ചോദിക്കുമ്പോൾ ഒന്നും മറുപടി ഇല്ലല്ലോ ഇതിന്. കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുവാ ദൈവസന്നിധിയിൽ. എൻ്റെ കഴുത്തേക്ക് ഇവിടെ വേദന എടുക്കുന്നത്, കാരണം ഈ വിഷമിച്ച് കരഞ്ഞിട്ട് ഈ കഴുത്തിൻ്റെ ഇവിടെ ഭയങ്കര വേദന എനിക്ക് തോന്നി. അങ്ങനെ വേദന ചെയ്യുന്നത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ കർത്താവിനോട് ചോദിക്കുന്നത്. എനിക്കൊരു ആലോചന വേണം, എന്നോട് ദൈവം സംസാരിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ ഈ വെളിപ്പാടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അന്നാണ് ഞാൻ വെളിപ്പാട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഉള്ളം അങ്ങ് ദൈവം തുറന്ന് എനിക്ക് കാണാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ദൈവാത്മാവ് എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് വിളിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാണ്, ഇത് കണ്ടിട്ട് എങ്ങനെ പറയും വിളിയില്ലെന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് വിളിയുണ്ട്. അപ്പോൾ ഇന്ന് നീ ഇറങ്ങിക്കോ, നിന്നെ ഇനി ആർക്കും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല, ഇന്ന് നിറയും. അങ്ങനെയാണ് ഞാൻ ഈ വെളിപ്പാട് എന്തോ പാസ്റ്റർ കണ്ടത്? വെളിപ്പാട് കണ്ടത് എൻ്റെ ചെറുപ്രായം മുതൽ, ഞാൻ ഈ സ്കൂളിൽ പോയിട്ട് ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് മുതൽ ആ ഭാഗങ്ങളൊക്കെ, കാരണം ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ തിരിച്ചറിയാൻ നിനക്കെങ്ങനെ സാധിച്ചു എന്നാണ് ദൈവാത്മാവിനെ കാണിക്കുന്നത്. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ, കാരണം ഒരു ചുരുള് തുറക്കുന്നത് പോലെ, അതെങ്ങനെ വിശദീകരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ഇങ്ങനെ തുറക്കുന്നത് പോലെ നിമിഷ നേരം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ടാണ് ഇങ്ങനെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന മേഖലകളൊക്കെ എനിക്കിങ്ങനെ കാണാം. എന്നെക്കുറിച്ചുള്ള ദൈവ വിളി അതിനകത്ത് എനിക്ക് കാണാം. അതാണ് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നത്. ഞങ്ങൾ അതിൽ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയതും ഇതൊക്കെ എന്തുകൊണ്ട് നീ ചെയ്തു, എങ്ങനെ നിനക്കത് മനസ്സിലായി, ദൈവമാണ് സത്യമാണ് എന്നൊക്കെ മനസ്സിലായത് എങ്ങനെയാണ്? അത് ദൈവാത്മാവ് നിന്നോട്, അല്ലെങ്കിൽ ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ്. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടുവെന്ന് ഇരമ്യാവിനോട് പറഞ്ഞ പോലെ കണ്ടതുകൊണ്ടാണ് നിനക്കത് മനസ്സിലായത്. ദൈവമാണിത് ഗ്രഹിപ്പിച്ച് തന്നത്, ദൈവമാണ് ഈ വെളിപ്പാട് നിനക്ക് ചെറുപ്പം പോലെ തന്നത്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള വിളിയാണ് ഞാൻ കാണുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നത്, നിനക്ക് വിളിയുണ്ടോ? ഒറ്റ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വിളിയുണ്ട്. ഞാൻ ചങ്കത്ത് കൈവച്ച് പോയി, വിളിയുണ്ട്. എന്നാൽ ഇന്ന് നീ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഇനി നിനക്ക് കുറ്റബോധം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു, സുവിശേഷ വേലയിൽ ഇറങ്ങുന്നത് കൊണ്ട്. കാരണം കുറ്റബോധം ഉണ്ടാകാനുള്ള സാധ്യത ഒരെണ്ണം കിടപ്പുണ്ട്. കാരണം ഞാൻ ഉന്തിത്തള്ളിയെ ബൈബിൾ കോളേജിൽ വിട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സുവിശേഷ വേലയിലേക്ക് വന്നു എന്നൊരു കുറ്റബോധം എനിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ദൈവം പൊളിച്ച് മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മറ്റുള്ള വഴികളിലേക്കെല്ലാം കർത്താവിനെ കൊണ്ടുവന്നത്. ഞാൻ എവിടെ നിന്ന് വന്നു, ഇപ്പോൾ എവിടം വരെ എത്തി നിൽക്കുന്നു, ഇനി അടുത്ത സ്റ്റെപ്പ്. അവിടെ നിന്നാണ് ദൈവം എന്നെ പണിയുന്നത് വാസ്തവം. അതായത് അതെല്ലാം ദൈവം ഒന്ന് ഓർമ്മപ്പെടുത്തി, നമ്മൾ നടന്ന വഴികൾ. അതെ അതെ, ദൈവം ഓരോ രംഗത്തും നമ്മളെ എങ്ങനെയാണ് പരിപാലിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയത്. അതെ അതെ. അപ്പോൾ ഈ ദൈവശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മുമ്പ് ദൈവാത്മാവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ബോംബെയിൽ വെച്ച് ഇനി ആരാനൊക്കെ പോകണം തീരുമാനിച്ചത്. കാരണം ഇനി ഒരു സ്റ്റെപ്പ് നീ മുന്നോട്ട് വെച്ചാൽ നീ അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നത് പോലെ ഇരിക്കും. അത് എന്നോട് അന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഭാഗങ്ങളെല്ലാം ഓർമ്മ വന്നു. അപ്പോൾ ഈ ദൈവശബ്ദം ഞാനിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പല പ്രാവശ്യം ദൈവനോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും സംസാരിക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ഗ്രഹിക്കാതിരിക്കുന്നതാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത്. അന്ന് തന്നെ തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ഞാനിപ്പോൾ ആരോടും പറഞ്ഞില്ല, കാരണം എൻ്റെ ജീവിത രീതികൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്ന് എനിക്കറിയാം. കാരണം വിശ്വസിക്കത്തില്ലെന്നല്ല, ഞാനൊരു ജസ്റ്റ് ഒരു കോമാളിയെ പോലെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ. കാരണം ഒന്നും വിശ്വസിക്കത്തില്ല, ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല, അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് നിൽക്കുന്നതുകൊണ്ട്. തന്നെയല്ല, ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരാൾ പിന്നെ ജോലി ചെയ്യാനും ഒക്കെ പിന്മാറിയൊക്കെ പോയ ആളുകൾ ഏത് കണ്ണോടാണ് കാണുന്നത്? അതെ, ഉൾക്കൊള്ളാനുള്ള സാധ്യത കുറവാണ്. അത് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം സുവിശേഷ വേലയിലേക്ക്, ദൈവത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ സാക്ഷ്യം പറയേണ്ട ഒരു ഘട്ടം വന്നപ്പോഴത്തേനും പലപ്പോഴും ഞാൻ പറയാൻ തുടങ്ങിയത്. കാരണം ഒത്തിരി ആളുകൾക്ക് പ്രയോജനം ചെയ്യും, ദൈവം സംസാരിക്കും, ദൈവം വെളിപ്പാട് കാണിക്കും എന്നൊക്കെ ചില ആളുകൾക്ക് സംശയത്തോടുകൂടി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ, യുവാക്കളുടെ മുമ്പിൽ തന്നെ ഇത് ഉള്ളതാണ്, വാസ്തവമാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയത്. അതൊത്തിരി പേർക്ക് പ്രയോജനമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങി. പിന്നെ ഡൽഹിയിൽ നിന്ന് CFI എന്ന് പറഞ്ഞ സംഘടനയായിരുന്നു. അവിടുത്തെ ആ സംഘടനക്കാർക്ക് അവരൊരു കോൺഫറൻസ് വെച്ചപ്പോൾ തന്നെ ഞാൻ പാടുകയും ഗിറ്റാർ വായിക്കുകയും കീബോർഡ് വായിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്കൊരു താല്പര്യം. അവർക്ക് ചണ്ഡീഗഡിലാണ് അവരുടെ ഓഫീസ്. അങ്ങനെ ചണ്ഡീഗഡിലൊരു അർബൻ ചർച്ച് തുടങ്ങണം എന്നൊക്കെയുള്ളൊരു നിലയിലേക്ക് എന്നെ ചണ്ഡീഗഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ചണ്ഡീഗഡിൽ കുറച്ച് നാളുകൾ ചണ്ഡീഗഡിലായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പിന്നെ ഞാൻ
ജലന്ധറിലൊരു പാസ്റ്റർ വന്ന് എന്നെ ക്ഷണിച്ചു. അവിടുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചില വിഷയങ്ങളുണ്ടായി. അവിടുന്ന് ഞാൻ പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. അതിനുശേഷമായിട്ട് പുറത്തിറങ്ങി കുറച്ച് നാൾ അവിടെ തന്നെ നിന്നു. അവിടെ വേറൊരു പാസ്റ്ററിൻ്റെ കൂടെ രാജൻ ബേബി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ അവിടെ ഉണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. ഒരു ക്രിസ്റ്റ എന്ന് പറഞ്ഞൊരു ജർമ്മൻകാരത്തിൽ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രായമുള്ള ഒരു ആൻറ്റിയാണ്. അവർ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ അവിടെ നിർത്തി. ചണ്ഡീഗഡിൽ തന്നെ എന്നെ നിർത്തി. കുറച്ച് നാളുകൾക്ക് ശേഷമായിട്ട് പിന്നെ ഞാനിങ്ങനെ ജലന്ധറിലേക്ക് എന്നൊരു പാസ്റ്റർ വന്ന് വിളിക്കുകയാണ്. അങ്ങനെ ജലന്ധറിലേക്ക് ഞാൻ പോയിട്ട് സാം ജോർജ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ജലന്ധറിലുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. എന്നെക്കുറിച്ച് ചോദിക്കുകയല്ല, വരാൻ താല്പര്യമായിട്ടൊന്നും ചോദിക്കുകയല്ല പുള്ളി പറയുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് താങ്കളെക്കുറിച്ച് ഇന്ന കാഴ്ചപ്പാടുകളുണ്ട്. അതായത് ഒരു ബൈബിൾ കോളേജ് നമുക്ക് തുടങ്ങാൻ താല്പര്യമുണ്ട്. ബൈബിൾ കോളേജല്ല, ഒരു ഓർഫനേജ് തുടങ്ങാൻ താല്പര്യമുണ്ട്. അതിൻ്റെ ഇൻചാർജ് ഞാൻ പാസ്റ്ററിനെ ഏൽപ്പിക്കും. അതുപോലെ ഒരു ലൈബ്രറി തുടങ്ങാൻ താല്പര്യമുണ്ട്. അതിൻ്റെ ഇൻചാർജ് പാസ്റ്റർ ആയിരിക്കും. വണ്ടി ഓടിക്കത്തില്ലേ? അപ്പോൾ ഞാൻ വണ്ടി കണ്ടിട്ടില്ലോ. ഈ സ്കോർപ്പിയോ അത് ഇറങ്ങിയ സമയമാണ്. അതിനകത്ത് കയറാനെങ്കിലും ഒരു ഭാഗ്യമുണ്ടെന്ന് കൊതിച്ചൊരു സമയമുണ്ട്. ആ സമയത്താണ് ഈ വണ്ടിയും കൊണ്ടാണ് പുള്ളി വന്നേക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വാഹനം നമുക്കുള്ളതാണ്, വണ്ടി ഓടിക്കുമോ? വണ്ടി ഓടിക്കും. അപ്പോൾ ഔട്ട്റീച്ചിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ ദേവദാസനെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ ലെമ്പാപ്പിണ്ടെന്ന് പറഞ്ഞ ചർച്ചുണ്ട്, അതിൻ്റെ ചാർജ് ഏൽപ്പിക്കുകയാണ്. ഞാൻ ഇന്ത്യയിലേക്ക് പ്രസംഗിക്കാമെന്ന് അറിയത്തില്ല. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഉണ്ടാവും. ചാർജ് പാസ്റ്ററിൻ്റെ ആയിരിക്കും. എന്നെ ഏൽപ്പിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണ് എന്നെ അന്ന് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഏകദേശം 3 വർഷത്തോളം ഞാൻ അവിടെ തന്നെയായിരുന്നു. അവിടെ വെച്ചാൽ എൻ്റെ വിവാഹം നടക്കുന്നത്. 2004 എൻ്റെ വിവാഹം നടക്കുന്നത്. പിന്നീടാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ ആ സംഘടന പിന്നെ ഞാൻ അവിടെ നിന്ന് വിട്ട് ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് നാളവിടെ പ്രവർത്തിച്ചതിന് ശേഷമായിട്ട് ഞാൻ നാട്ടിലേക്ക് പോകാണ്ട് ദൈവം ഉള്ളിലൊരു നിയോഗം നൽകി. അതിനനുസരിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചു. ഈ നിയോഗം ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോകുന്നത് ശരിയാണോ എന്നൊക്കെ ഞാൻ ഒത്തിരി ചിന്തിച്ചു. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എന്നോട് ഹൃദയത്തോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പിന്നെ ഒരു സംശയം തീർക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒരു പാസ്റ്റർ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്, പാസ്റ്റർ എന്നോട് പറയുന്നത് പോലെ ചെയ്യും. ഇത് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ദേവദാസൻ സംസാരിക്കട്ടെ, ഒരു മാനുഷ്യ വാക്കായിട്ട് എനിക്ക് കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ പോയിക്കോ, നാട്ടിലേക്ക് പോകും, അതാണ് നല്ലത് എന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ച് വിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. നാട്ടിലേക്ക് വന്നതിന് ശേഷമായിട്ട് അപ്പോൾ അന്നേരം നാട്ടിലൊരു ദേവദാസൻ എന്നെക്കുറിച്ചൊരു വിഷൻ കണ്ടിട്ടിരിക്കുകയാണ്. ആദ്യ പ്രാവശ്യം കണ്ടു, രണ്ടാമത് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവാത്മാവ് അദ്ദേഹത്തെ കാണിച്ചു. അതിനുശേഷമായിട്ട് ഞാൻ അവിടുന്ന് മടങ്ങി പോകുന്നെന്നറിയാവുന്ന എൻ്റെ ഫാദറിൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹം ചുമ്മാ എന്നെ വിളിക്കുവാണ്. അത് വിളിച്ചിട്ട് ഞാനിവിടെ ഇല്ലെന്നറിയാം, അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഞാൻ നാട്ടിൽ വന്ന വിവരം പുള്ളി അറിഞ്ഞിട്ടില്ല, ഞാൻ അവിടെയാണെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലം വരെ വരണം, ഒന്ന് ഗിറ്റാർ വായിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ വർഷിപ്പ് ഞായറാഴ്ചത്തേക്കുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, പാടാമോ അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗിറ്റാർ വായിച്ചു. അവിടെ അന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന കീബോർഡ് വായിക്കുന്ന ഒരു പയ്യൻ വായിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് എനിക്കറിയാമെന്ന് മനസ്സിലായത് കാരണം പിന്നെ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം അടുത്ത ദിവസം ഞായറാഴ്ച വർഷിപ്പിന് കീബോർഡൊക്കെ വായിച്ചു. അതിനുശേഷമായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് നേരം സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സപ്പോർട്ട് ചെയ്യാം, എന്നെ കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു തീരുമാനം അറിയിക്കാം. അന്ന് ഞാൻ ഇതുപോലെ ഒരു 3 ദിവസം ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷമായിട്ട് ദൈവാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടിയതിന് ശേഷമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തത്. അങ്ങനെ ചില നാളുകൾ കടന്നുപോയി. പിന്നീട് മാറാനാഥ എന്ന് പറഞ്ഞ സംഘടനയിൽ എൻ്റെ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ അങ്ങോട്ട് വിളിച്ചു, അങ്ങനെ വർക്ക്. അപ്പോൾ എനിക്ക് ഒന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിയതിന് ശേഷമായിട്ട് പിന്നെ ഇങ്ങനെ ഓരോരോ സംഘടനകളിലാണെങ്കിലും പലപ്പോഴും എന്നെ പലരും മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ആ മാറാനാഥ സംഘടനയിൽ ചെന്ന് അതിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്. പിന്നീട് അവിടെ പിന്നെ അവർക്ക് ചില ചർച്ചകളൊക്കെ അവർ നിർത്തിക്കളയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തിരുവല്ലയിലേക്ക് മാറിക്കൊള്ളാനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഞാൻ തിരുവല്ലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് പിന്നെ എനിക്ക് ചർച്ച തരാൻ ഇല്ലാതെ വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ മറ്റൊരു മേഖലയെ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ പിന്നെ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഉള്ള ശുശ്രൂഷ അതിൻ്റെ ഇടയ്ക്കും കുറച്ച് ചർച്ചകളൊക്കെ ആയിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ആരക്കുന്ന എന്ന സ്ഥലത്ത് എൻ്റെ ഒരു സ്നേഹിതം മുഖാന്തരം ഞാൻ അവിടെ ചെന്ന് അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു. 1 വർഷത്തോളം ആ പ്രവർത്തനം അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ ശേഷമായിട്ട് പിന്നെ ആലപ്പുഴയിലേക്ക് വന്നു. ആലപ്പുഴ എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ അവിടെ എനിക്കൊരു 3 സെൻറ്റ് സ്ഥലം
വൈഫിൻ്റെ ഷെയർ അവിടെ ഉണ്ട്. അവിടെ വീട് വെക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ പലപ്പോഴും അവരെപ്പോഴും വിളിക്കാറുണ്ട്, അങ്ങോട്ട് ക്ഷണിക്കാറുണ്ട് എപ്പോഴും. അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഒരു ഷെഡ് അടിച്ച് ആദ്യം താമസിച്ചു. പിന്നീട് ഒരു കഴിഞ്ഞ 2 വർഷമായിട്ടുള്ളൊരു വീട് അവിടെ വെച്ചിട്ട് അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സുവിശേഷം നോർത്ത് ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിലും പോകുന്നത്. നോർത്ത് ഇന്ത്യ പല സ്ഥലങ്ങളിൽ പോകുന്നത്. അതെ അതെ. മ്യൂസിക് പിന്നെ മ്യൂസിക് ടീമിവിടെ ഈ നവചിന്താരം ഞാൻ നേരത്തെ പറഞ്ഞ ആ ടീമിൽ ആ ലീഡർ പുതുതായിട്ടൊരു ടീം തുടങ്ങിയായിരുന്നു. ബ്ലസ് ഇന്ത്യ മ്യൂസിക് ടീം എന്ന് പറഞ്ഞൊരു ടീം തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ടീമിലാണ് ഇപ്പോൾ മിക്കവാറും വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ മ്യൂസിക് ടീം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മ്യൂസിക് ടീമുണ്ട്, നഗാലിയോ ഗോസ്പൽ മെലഡീസ്. അതിൻ്റെ വർക്കുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ശരി, ദൈവത്തിൻ്റെ സ്തോത്രം. പിന്മാറി പോയ ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും കർത്താവ് തിരിച്ച് അതെ അതെ, ദൈവം എന്നെ ആ സാഹചര്യത്തിൽ നിന്ന് കൊണ്ടുവന്ന് ദൈവം വിളിച്ചിറക്കുന്ന ഒരു ഘട്ടം വന്നു. എനിക്ക് പറയാനുള്ളത് അതാണ്, ആരും നിർബന്ധിച്ചൊരു കാരണവശാലും ദൈവവേലയിലേക്കോ ബൈബിൾ കോളേജിലേക്കോ വിടരുത്. കർത്താവ് കൃത്യമായിട്ട് നമ്മുടെ ഉള്ളത്തിൽ ബോധ്യം തരുമ്പോൾ അന്ന് വേണം ഇറങ്ങാൻ. എന്നാലും ആ ഒരു ബോധ്യത്തോടും ഉറപ്പോടും കൺവിക്ഷനോടും ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് പ്രതികൂലം വന്നാലും നമ്മൾ പിടിച്ചു അല്ലെ നമ്മൾ തളർന്നു പോകും. അതിനുശേഷം ഒത്തിരി പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്ന് വീട് മാറേണ്ട സാഹചര്യം വന്നു. പെട്ടെന്ന് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് എനിക്ക് ഡിസംബർ 31 വരെ രേഖാമൂലം എഴുതി തന്നിരിക്കുന്ന വീട് അത് പെട്ടെന്ന് അവർ മറിച്ച് വിറ്റു കഴിഞ്ഞപ്പോൾ വാങ്ങിച്ച ആൾക്കാർ വന്നിട്ട് ഒത്തിരി വിഷയങ്ങളുണ്ടാക്കി. പെട്ടെന്ന് തന്നെ ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞൊരു വിഷയങ്ങളൊക്കെ ഉണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ വിഷമിച്ച സാഹചര്യങ്ങളുണ്ട്. അന്നേരമാണ് എൻ്റെ സ്നേഹിതൻ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് ആരക്കുന്നത്തേക്ക് പോരാ, പെട്ടെന്ന് ആരക്കുന്നത്തേക്ക് പോരും എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പാസ്റ്റർ, പ്രതികൂലങ്ങളുണ്ടായെന്ന് പറഞ്ഞ മറ്റേ ജീവിതാനുഭവങ്ങൾ, കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ച, കർത്താവിൻ്റെ പ്രൊവിഷൻ, കർത്താവിൻ്റെ വിടുതൽ അനുഭവിച്ച അനുഭവങ്ങൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. തീർച്ചയായിട്ടും. ഞങ്ങൾ വാടക വീട്ടിലാണ്, ഞാൻ ജനിച്ചപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാനൊരു 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുന്നത്. അത് എൻ്റെ ഒരു ഫാദറിൻ്റെ കൂട്ടുകാരനാണ്. അദ്ദേഹത്തെ അടുത്തുള്ള ഒരു മദ്യപാനിയായിരിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് എപ്പോഴും ചീത്ത വിളിക്കുന്നത് കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സഹി കെട്ടതിന് ശേഷമായിട്ട് എൻ്റെ ഫാദറിനോട് അത് എടുക്കുന്നത് നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം സാവകാശം പൈസ തന്നാൽ മതി, തൽക്കാലം എടുക്കാൻ പറഞ്ഞു. 3 സെൻറ്റ് സ്ഥലം, ഒരു ചെറിയൊരു പനമ്പ് കൊണ്ടൊക്കെ മറിച്ചൊരു വീടാണ്. ഒരു ഷെഡെന്നേ പറയാൻ പറ്റുള്ളൂ. കറണ്ടുണ്ട്, ഏതായാലും ഓടിട്ട ഒരു വീടാണ്. അപ്പോൾ 4 കട്ടകൾ 4 തൂണയിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു ഷെഡാണത്. ആ ഷെഡിനകത്ത് നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താമസിച്ച് വരവേ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമായിട്ട് ഈ മഴ സമയത്ത് ചെറിയൊരു ചരിവ്, ഈ വീടിന് ചെറിയൊരു ചരിവ് കണ്ടു. ചരിവ് കണ്ടപ്പോൾ എൻ്റെ ഫാദർ ഒരു പരുത്തിയുടെ പോരിശിൻ്റെ ഒരു തടി, വലിയൊരു തടി കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു മൂലൊക്കെ ചരിഞ്ഞിരിക്കുന്ന വശത്തുകൊണ്ട് താങ്ങായിട്ട് നിർത്തി. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ പെട്ടെന്ന് ഇടിഞ്ഞങ്ങ് വീണു. ഞങ്ങളെല്ലാവരും ഇതിനകത്താണ്. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഒരു സ്നേഹിതൻ കണ്ടുകൊണ്ട് വരികയാണ്. അദ്ദേഹം കരഞ്ഞോണ്ടാണ് വരുന്നത്. അയ്യോ ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കാണെന്ന് ഓർത്തിട്ട് കരഞ്ഞോണ്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ആരുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും പല പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും ഞാനിങ്ങനെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് എല്ലാവരും ഈ മേൽക്കൂരയുണ്ടല്ലോ അതിൻ്റെ ആ ലൈനിൽ തന്നെ എല്ലാവരും ഉണ്ട്. ഇടവശത്ത് എല്ലാവരും ആ ഭാഗത്തുണ്ട്. അപ്പോൾ ആർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് മനസ്സിലായി. എൻ്റെ തലയിൽ വന്ന് ഒരു കഴുക്കോല് വന്നിങ്ങനെ അടിച്ചിങ്ങനെ ഇരിപ്പുണ്ട്. അവരെ കാര്യമായിട്ടുള്ള പരിക്കൊന്നും ആർക്കും ഒന്നും ഒരു പരിക്കുമില്ല. ആർക്കും അങ്ങനെ കമ്പ് കൊള്ളുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നാട്ടുകാർ വന്ന് ഓടെല്ലാം പൊളിച്ചു, എല്ലാ പട്ടിയ കഷ്ണങ്ങളൊക്കെ എല്ലാം വലിച്ചു പൊട്ടിച്ച് ഞങ്ങളതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്തപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളിവിടെ താമസിക്കുന്നുണ്ട്, അങ്ങോട്ട് ഞങ്ങളെ മാറ്റി അവിടെ പാർപ്പിച്ചു. പിന്നെ ബദേൽ ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് കല്ലൂർ. അന്ന് ജോർജിയോൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ ഉറ്റ സുഹൃത്താണ്. അദ്ദേഹം ഈ വീട് പറഞ്ഞിട്ട് വന്ന് ഫോട്ടോ എടുത്തു. എന്നിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, പാവങ്ങൾക്ക് വീട് വെച്ചൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഞങ്ങൾക്കും അതുപോലെ വേറൊരു വീട്ടുകാർക്കും കൂടെ, ഡാഡിയുടെ ഒരു സ്നേഹിതൻ മറ്റൊരു വീട്ടുകാർ, അവിടെയും അവസ്ഥകൾ പരിതാപകരമാണെന്ന് കണ്ടിട്ട് അവർക്കൊരു വീട് അനുവദിച്ചു. അങ്ങനെ ഞങ്ങൾക്കൊരു വീടായി അവിടെ. അങ്ങനെയാണ് അവിടെ ഒരു വീട് വെക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു വീടുണ്ടാകുന്നതിന്. അപ്പോൾ ഒരു വലിയൊരു മരണകരമായ അവസ്ഥയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നീട് ശുശ്രൂഷയുടെ സമയങ്ങളിലൊക്കെ ഒത്തിരി പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷയിൽ ഈ എറണാകുളത്ത് വന്ന സമയത്ത് ഒരു ദേവദാസനാണ് എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുന്നതെങ്കിലും 4000 രൂപ വെച്ച് എനിക്ക് സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വീട് മാറി. എൻ്റെ തേവര എന്ന സ്ഥലത്തായിരുന്നു ഞാനും ഫാദറും മദറും എല്ലാം കൂടെ താമസിച്ചിരുന്നത്. അവിടെ നിന്നോട് മാറണമെന്ന് ഫാദർ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിന് ശേഷമായിട്ട് ഞാൻ അവിടെ നിന്ന് വീട് മാറി തോപ്പുംപടി വന്ന് താമസിക്കുന്ന സമയത്ത്
2500 രൂപയാണ് അന്ന് വാടക. 2300 കൊടുത്താൽ മതി. എങ്കിലും കറണ്ട് ചാർജും ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ചാർജും എല്ലാം കൂടെ വരുമ്പോഴത്തേനും ഏകദേശം 2500 അതിന് മേളിലാവും. അപ്പോൾ അവിടെ താമസിക്കുന്ന ആ സന്ദർഭത്തിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ എമൗണ്ട് ഇല്ല, തരാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. കാരണം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നത് പോലെ ആയിപ്പോയില്ലേ. മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് ചെറിയൊരു നീരസം പോലെ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് അത്ര താല്പര്യമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാനെന്നാൽ പിന്നെ ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു 2-3 മാസം കൂടെ ഞാൻ കാണും, അപ്പോൾ ഞാനെന്നാൽ ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞു. കാരണം എന്നെ ഇറക്കും എന്നുള്ള മനസ്സിലായപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എനിക്ക്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ അങ്ങ് വിട്ടേക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഇന്ന് തന്നെ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ വിട്ടപ്പോൾ എങ്ങും ഇല്ലാത്തൊരു സ്റ്റേജിൽ ഞാൻ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം പാല് വാങ്ങിക്കാൻ പോലും കാശില്ല. പിള്ളേർ തീരെ കുഞ്ഞുങ്ങളാണ്, പാല് വാങ്ങിക്കാൻ പോലും കാശില്ല. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, നമുക്ക് കുഞ്ഞിന് പാല് വാങ്ങിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും പട്ടിണി കിടക്കാം, കുഞ്ഞിന് പാല് വാങ്ങിക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വീട്ടിൽ പ്രേയറിന് വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് അങ്ങോട്ട് പോകാനുള്ള കാശുണ്ട്, ബസ് കാശുണ്ട്. എനിക്ക് 2 വീലറൊന്നുമില്ല. എനിക്ക് 2 വീലറുണ്ട്, അന്ന് ഒന്നുമില്ല. ആ സമയത്ത് ഞാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിറങ്ങുന്ന വൈഫിൻ്റെ വാക്കും കൂടി ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. കാരണം കൊച്ചിന് പാല് വാങ്ങിക്കണ്ടേ. ഞാൻ അവിടുന്ന് കരഞ്ഞ് ഇറങ്ങുകയാണ്. ഇറങ്ങി ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ ഈ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ഫ്രഷപ്പ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ ഫ്രഷ് ആണെന്ന് അറിയിക്കുന്നൊരു 3 പ്രാവശ്യം ശ്വാസം ഇങ്ങനെ വലിച്ചെടുത്ത് ഞാൻ ഫ്രഷാണ്, നല്ല സന്തോഷം. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രസന്നമായ മുഖഭാവം വേണം മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കർത്താവിനെ പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ മുഖത്ത് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ആരും അറിയരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഒരുങ്ങി. ഞാൻ സന്തോഷത്തോടു കൂടെ അങ്ങ് ചെല്ലുകയാണ്. ചെന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു, മീറ്റിങ്ങെല്ലാം തുടങ്ങി. വളരെ അനുഗ്രഹമായിട്ട് മീറ്റിംഗ് എല്ലാം മുന്നോട്ട് പോയി. അതിനുശേഷം ഞാൻ പോകാൻ നേരത്ത് അവിടുത്തെ അച്ചാനോട് പറഞ്ഞു, പോകല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് വന്നാൽ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഹോളുണ്ട്, അവിടെയാണ് പ്രാർത്ഥന നടക്കുന്നത്. യൂത്തിൻ്റെ വേണ്ടിയിട്ടുള്ള മീറ്റിംഗാണ്. അപ്പോൾ പ്രാർത്ഥിക്കണം അവിടെ നിർത്തി. അതിനുശേഷമായിട്ട് അപ്പോൾ ഞാൻ പിന്നെ പോകാൻ തുടങ്ങിയപ്പോൾ പോലെ മൂത്ത മോൾ വന്നിട്ടുണ്ട്, അവരുടെ മക്കളുമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ നിൽക്ക് പോകല്ലേ എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ട് വിടാമെന്ന് പറഞ്ഞു. അതെനിക്കൊരു ഓഫറിങ് കയ്യിലേക്ക് വെച്ച് തന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്, വണ്ടിക്കാശ് തിരിച്ചു പോകാനില്ല, ഞാൻ നടന്നു പോകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കൊണ്ട് വിടാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, ചൈത്രൻ്റെ രാവിലെ കിടന്ന് കഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞു, ഇത്രയും ദൂരം കഷ്ടപ്പെടേണ്ടെന്ന്. ഇല്ല, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ വീട്ടിൽ കൊണ്ട് വിടുകയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ എൻ്റെ അവസ്ഥ അച്ചായനറിയാമോ? അങ്കിൾ അപ്പച്ചാന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പച്ചാൻ അറിയാമോ എന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഇറങ്ങുന്ന സാഹചര്യം ഇങ്ങനെയാണ്, കുഞ്ഞിന് പാല് വാങ്ങിക്കാൻ പോലും കാശില്ലാതെയാണ് ഇറങ്ങുന്നത്. ഇന്ന് എൻ്റെ കയ്യിൽ കർത്താവ് തന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണേ, ഇന്ന് വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങ് ഇടിക്കുകയായിരുന്നു, ഇത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ശീലം അവിടെ ഇല്ല, ഞങ്ങളുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അങ്ങനെ ശീലമില്ല ആ സമയത്താണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇടിയായെന്ന് പറഞ്ഞു ഉള്ളിൽ കിടന്നു. അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് തന്നത്. അപ്പോൾ ഉള്ളിൽ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ ഈ കുണ്ടന്നൂരിൽ നിന്ന് പാലം ഇങ്ങനെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, തോപ്പുംപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞു സംസാരിക്കുകയും അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച് അവിടെ ഞാൻ അയക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ട വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അങ്ങനെ ആശ്വസിപ്പിച്ച് അയക്കുകയായിരുന്നു അദ്ദേഹത്തോട്. അതിനുശേഷമായിട്ട് ഞാൻ ഇറങ്ങി നിൽക്കുക, പിന്നെ ഒന്നുമില്ല. പിന്നെ ഇദ്ദേഹം ആ ചർച്ച നിൽക്കുന്ന സമയത്താണ്. അതിനുശേഷമായിട്ട് ചർച്ചയിൽ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ ശേഷമായിട്ട് പിന്നെ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണ് ഈ എൻ്റെ ഒരു സ്നേഹിതനെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ചർച്ചിൽ ഒരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാറാനാഥ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. ഭരണിക്കാവിലായിരുന്നു അത്, ശാസ്താംകോട്ട ഭരണിക്കാവ് പുന്നമൂടുന്ന സ്ഥലത്തൊരു ചർച്ച ഉണ്ടായിരുന്നു, മാറാനാഥ. അവിടെ ചെല്ലുന്നത്. എന്താണെങ്കിലും ദൈവം സഹായിക്കട്ടെ. കർത്താവ് കരുതി നടത്തി. അതെ, എല്ലാവരും നടത്തുവാൻ വിശ്വസ്തനാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ ചർച്ചിന്റെ മിനിസ്ട്രി ഇല്ല, പല മിനിസ്ട്രി ഇല്ല, സഞ്ചരിച്ച് ശുശ്രൂഷിക്കുന്നു. അതെ അതെ, പല സ്ഥലങ്ങളിൽ വിളിക്കുന്ന സ്ഥലത്ത് പോകുന്നു, ശുശ്രൂഷിക്കുന്നു. കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ കൊച്ചിയിൽ തന്നെ. അല്ല, കൊച്ചിയിലല്ല, ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കണിച്ചുകുളങ്ങരയിലാണ്. എൻ്റെ വൈഫിന്റെ വീടിനടുത്ത് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. അവിടെ പണിത് വീട് പണിത് അവിടെ താമസിക്കുന്നത്. ആലപ്പുഴ ഡിസ്ട്രിക്ട്. വൈഫുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, ആലപ്പുഴ ഡിസ്ട്രിക്ട്. ശരി. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങൾ 2 പേരും നഴ്സിംഗിന് പഠിക്കുന്നു. ഒരാൾ 3ാമത്തെ വർഷം, ഒരാളിപ്പോൾ ചേർന്നതേ ഉള്ളൂ. എവിടെയാണ് അവര് പഠിക്കുന്നത്? മൂത്ത ആള് പന്തളത്ത് ജോസ്കോയിലാണ്, ഇളയാള് പുഷ്പഗിരി, തിരുവല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഭാവിയും അനുഗ്രഹങ്ങളും ഒക്കെ പാസ്റ്റർക്ക് വിട്ടുപോയ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളുണ്ട്, ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴത്തേനും
പിള്ളേർ എന്നോട് പറഞ്ഞ് ബാഗ് വാങ്ങിക്കണം. അല്ല പഴയ പഞ്ചറായ ബാഗൊന്നും ഇല്ല, പുതിയ ക്ലാസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ, ബാഗ് വേണം, പുസ്തകങ്ങൾ വേണം, എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നീ എന്നെ ഒരു ടെൻഷൻ അടിപ്പിക്കാതെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ പോവുക, കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ടെൻഷൻ വന്നത്. അതിന് മുമ്പ് എനിക്ക് ടെൻഷൻ ഇല്ല. എനിക്ക് പറഞ്ഞപ്പോൾ എനിക്കൊരു അപ്പോൾ ഞാൻ ടെൻഷൻ അടിപ്പിക്കില്ല. പിന്നെ ഞാൻ ടെൻഷനൊക്കെ അങ്ങ് കളയുകയാണ്, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അന്നേരം ഒരു സ്നേഹിതൻ തേവരയിൽ താമസിക്കുന്ന പനമ്പള്ളിനേർ താമസിക്കുന്ന ഒരു അങ്കിളുണ്ട്, ജോൺ മത്തായി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, എന്നെ വേറെ ദേവദാസനെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലം വരെ ഒന്ന് പോകണം. ഒരു അഡ്വക്കേറ്റിൻ്റെ വീടാണ്. അപ്പോൾ ഹൈക്കോർട്ടിലെ ഒരു അഡ്വക്കേറ്റാണ്, രണ്ടുപേരും അഡ്വക്കേറ്റ്സാണ്, ഒരു ഭാര്യയും ഭർത്താവും. അവരുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി വിളിച്ചതാണ്. ഞങ്ങളങ്ങോട്ട് ചെന്നു. ആ ഫ്ലാറ്റിലേക്ക് കയറി അങ്ങ് ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്ന് ഞങ്ങളുടെ വണ്ടി വെച്ചു. വാഹനം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരും വന്നു, കാറിൽ അവരും വന്നു കഴിഞ്ഞിട്ട് എൻ്റെയും ആ ദേവദാസൻ്റെ കയ്യിലേക്ക് ഓരോ കവർ തന്നു. അപ്പോൾ കവർ വലിയ കട്ടിയുള്ള കവറാണ്, അത് പുസ്തകം ഇരിക്കുന്ന പോലെ തോന്നി. ആ കവർ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ബാഗിൽ വെച്ചേക്കാൻ പറഞ്ഞു. ഞങ്ങൾ ബാഗിലെടുത്ത് വെച്ചു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നു. വീട്ടിൽ ചെന്നു കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ 25,000 രൂപ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനും ഞെട്ടി. എൻ്റെ മക്കൾക്ക് അന്നത്തെ ആ വർഷം അപ്പോൾ സ്കൂബിഡുയുടെ ബാഗ് വേണം എന്നായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരെ തന്നെ കൊണ്ടുപോയി എറണാകുളത്ത് കൊണ്ടുപോയി ബ്രോഡ്വേയിൽ കൊണ്ടുപോയി അത് വാങ്ങിച്ചു കൊടുക്കാനും അതൊരു സാഹചര്യം കർത്താവ് ഒരുക്കി. അപ്പോൾ ഏത് വിഷയത്തിലും ദൈവം നടത്താൻ വിശ്വസ്തനാണ്. ഒന്നും ഇല്ലല്ലോ, കാരണം എനിക്ക് സപ്പോർട്ടില്ല, റിപ്പോർട്ട് കൊടുക്കേണ്ട സപ്പോർട്ടും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ റിപ്പോർട്ട് കൊടുക്കണ്ടല്ലോ. അപ്പോൾ കർത്താവിനോട് മാത്രം റിപ്പോർട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സ്റ്റേജിലും ദൈവം നടത്താൻ വിശ്വസ്തനാണെന്ന് ഒരു തെളിവാണത്. അത് എൻ്റെ ജീവിതം കൊണ്ട് എനിക്കറിയാം. കർത്താവിനെ നടത്തിയത് പോലെ തന്നെ നമ്മളെല്ലാവരും നടത്താൻ ദൈവം വിശ്വസ്തനാണെന്ന് മറ്റൊരു പലർക്കാരോടും പറഞ്ഞ് ധൈര്യപ്പെടുത്താനൊരു മുഖാന്തരമായി തീർന്നു. അത് വലിയൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഏത് വിഷയത്തിലും ഇതുപോലെ തന്നെ കർത്താവ് എന്നെ ജയോത്സവമായിട്ട് നടത്തുന്നു. ദൈവം ജയോത്സവമായിട്ട് നടത്തുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞൊരു പാട്ടൊന്ന് കേൾക്കണം. ഓക്കെ. അപ്പോൾ പാട്ട് പാടാൻ പറ്റുമല്ലോ അല്ലേ? പാടാം. പ്രേക്ഷകരോട് ഒരു ചെറിയൊരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് പാസ്റ്റർ ഒരു പാട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. കാരണം ഇവിടുത്തെ ഒരു സാഹചര്യം പാട്ട് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റുന്നൊരു സാഹചര്യമില്ല. എന്നാൽ പോലും ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ട് പാസ്റ്ററുടെ ഒരു പാട്ട്, 1-2 പാട്ട് കേട്ടോ, കുഴപ്പമില്ല. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഡാനിമോനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഗിറ്റാറും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ. അതുകൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ പാസ്റ്ററുടെ 1-2 പാട്ട് കേൾക്കാൻ പോയ ഡാനി എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ലിമിറ്റഡ് സൗകര്യങ്ങളിൽ. പാസ്റ്റർക്ക് പാടാം കേട്ടോ. എനിക്കൊന്നും പാസ്റ്റർ എഴുതിയ പാട്ട് തന്നെ അല്ലേ? ഞാൻ എഴുതിയ പാട്ട് തന്നെ. അതെ, അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ടാണോ പാസ്റ്റർ? അതെ, തീർച്ചയായിട്ടും. എന്താ അനുഭവം? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റിയൊരു അനുഭവമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനത് ആ അനുഭവം പറഞ്ഞാൽ ആളുകൾ എന്നെ തന്നെ കുറ്റപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു ഘട്ടമാണത്. അപ്പോൾ ഒത്തിരി വേദന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന സമയത്ത് ജലന്ധറിൽ വെച്ചാണ് ഞാൻ ഈ പാട്ട് എഴുതുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല പരാജയങ്ങളുടെ നടുവിലും മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങളുടെ നടുവിലും അല്ലേ കർത്താവിൻ്റെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ. ശരിക്കും കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന പോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി ഈ പാട്ട് എഴുതുന്ന സമയത്ത്. പാസ്റ്റർ, ഈ പാട്ടിൻ്റെ അകത്ത് പാസ്റ്റർ ഏറ്റവും ഹൃദയത്തെ സ്പർശിച്ച വരി ഏതാ? പാസ്റ്റർ പാടാൻ വന്ന പാട്ടിൻ്റെ അകത്ത് കൂരിരുളിൻ താഴ്വരയിൽ കൂട്ടിനുണ്ട് ദീപമായി നൊമ്പരങ്ങൾ ഏറും നേരം ഇമ്പമുള്ള നാദമായി. കൂരിരുളിൻ താഴ്വരയിൽ കൂട്ടിനുണ്ട് ദീപമായി നൊമ്പരങ്ങൾ ഏറും നേരം ഇമ്പമുള്ള നാദമായി. എന്നെന്നും ഞാൻ മോദമോടൻ നാഥനായി പാടിടും. എന്നെന്നും ഞാൻ മോദമോടൻ നാഥനായി പാടിടും. അപ്പോൾ ആ പാട്ടിൻ്റെ ഫുള്ളൊന്ന് പാടിയായിരുന്നോ? ഇല്ലല്ലോ, ബുദ്ധിമുട്ടിക്കുക. എന്നാലും എന്റെ സ്നേഹ യേശുനാഥൻ എന്നെ മാറോടണച്ചിടും.
എന്നെന്നും ഞാൻ ചാരിയിടും യേശുവിൻ്റെ മാർവതിൽ. എൻ്റെ സ്നേഹ യേശുനാഥൻ എന്നെ മാറോടണച്ചിടും. എന്നെന്നും ഞാൻ ചാരിയിടും യേശുവിൻ്റെ മാർവതിൽ. കൂരിരുളിൻ താഴ്വരയിൽ കൂട്ടിനുണ്ട് ദീപമായി. നൊമ്പരങ്ങളേറും നേരം ഇമ്പമുള്ള നാദമായി. കൂരിരുളിൻ താഴ്വരയിൽ കൂട്ടിനുണ്ട് ദീപമായി. നൊമ്പരങ്ങൾ ഏറും നേരം ഇമ്പമുള്ള നാദമായി. എന്നെന്നും ഞാൻ മോദമോടൻ നാഥനായി പാടിടും. എന്നെന്നും ഞാൻ മോദമോടൻ നാഥനായി പാടിടും. എൻ്റെ സ്നേഹ യേശുനാഥൻ എന്നെ മാറോടണച്ചിടും. എന്നെന്നും ഞാൻ ചാരിയിടും യേശുവിൻ്റെ മാർവതിൽ. ആശയറ്റ നേരമെൻ്റെ ആശ്രയം എന്നേശുവാ. ആശയായി ഞാൻ കാത്തിടുന്നേ ആശ്വാസത്തിൻ നാഥനെ. ആശയറ്റ നേരമെൻ്റെ ആശ്രയം എന്നേശുവാ. ആശയായി ഞാൻ കാത്തിടുന്നേ ആശ്വാസത്തിൻ നാഥനെ. എന്നു നീ വന്നിടും നിൻ മാർവിലെന്നെ ചേർക്കുവാൻ. എന്നു നീ വന്നിടും നിൻ മാർവിലെന്നെ ചേർക്കുവാൻ. എൻ്റെ സ്നേഹ യേശുനാഥൻ എന്നെ മാറോടണച്ചിടും. എന്നെന്നും ഞാൻ ചാരിയിടും യേശുവിൻ്റെ മാർവതിൽ. എൻ്റെ സ്നേഹ യേശുനാഥൻ എന്നെ മാറോടണച്ചിടും. എന്നെന്നും ഞാൻ ചാരിയിടും യേശുവിൻ്റെ മാർവതിൽ. യേശുവിനോടുള്ള സ്നേഹം ആ ഒരു തീമിലുള്ള ഒത്തിരി പാട്ടുകൾ ഈ അടുത്ത സമയങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് 10-20 വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ എഴുതിയൊരു പാട്ട്, 2004 21 വർഷം മുമ്പ് എഴുതിയ പാട്ട്, എൻ്റെ സ്നേഹം യേശുവിൻ്റെ യേശുനാഥൻ മാറോടണച്ചിടും. പാസ്റ്റർ അന്ന് അനുഭവിച്ച യേശുവിൻ്റെ മാറോടണയ്ക്കുന്ന അനുഭവം ഈ പാട്ട് പാടുമ്പോൾ പ്രേക്ഷകർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പാസ്റ്ററെ, അധികപ്പറ്റാണെന്നറിയാം. ഒരു പാട്ടോടെ മോളണം. ഏതാണെന്നറിയാം? കല്യാണത്തിന് പാടുന്നെന്ന് പറഞ്ഞൊരു പാട്ടില്ല, അത് പാസ്റ്റർ എഴുതിയതാണ്. സാധാരണ ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഇന്നീ മംഗല്യം ശോഭിക്കുവാനൊക്കെ പാടുന്നതാണ്. പക്ഷെ പാസ്റ്റർ ഒരു പാട്ട് മംഗളഗാനമാണ്. അതുകൂടെ ഒന്ന് പാടാം. ഇച്ചിരി കൂടുതലാണെന്നറിയാം, കാരണം പാസ്റ്ററെ കുറച്ച് നേരമായിട്ട് ഞാൻ ഇരുത്തിയിരിക്കുക. ഇതുകൂടെ ഒന്ന് പാടുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. മംഗളം നേരുന്നിതാ അനുഗ്രഹത്തിൻ ആശംസയേകുന്നിതാ. മംഗളം നേരുന്നിതാ അനുഗ്രഹത്തിൻ ആശംസയേകുന്നിതാ. പ്രിയവരനും പ്രിയവധുവിനും അനുഗ്രഹത്തിൻ്റെ ആശംസകൾ. പ്രിയവരനും പ്രിയവധുവിനും അനുഗ്രഹത്തിൻ്റെ ആശംസകൾ. മംഗളം നേരുന്നിതാ അനുഗ്രഹത്തിൻ ആശംസയേകുന്നിതാ. മംഗളം നേരുന്നിതാ അനുഗ്രഹത്തിൻ ആശംസയേകുന്നിതാ. മാറയെ മധുരമായി മാറ്റിടുന്ന ദൈവത്തിൻ വചനത്തിൽ ആശ്രയിക്കാം. മാറയെ മധുരമായി മാറ്റിടുന്ന ദൈവത്തിൻ വചനത്തിൽ ആശ്രയിക്കാം. തേനിലും മധുരമേശുവിൻ്റെ വചനം നിങ്ങളെ നയിച്ചിടട്ടെ. തേനിലും മധുരമേശുവിൻ്റെ വചനം നിങ്ങളെ നയിച്ചിടട്ടെ. മംഗളം നേരുന്നിതാ അനുഗ്രഹത്തിൻ ആശംസയേകുന്നിതാ. മംഗളം നേരുന്നിതാ അനുഗ്രഹത്തിൻ ആശംസയേകുന്നിതാ. അനേകർക്ക് അനുഗ്രഹമാകട്ടെ.
ഈ പാട്ട് ആസാദിയിലൂടെ കാണുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം. താങ്ക് യു പാസ്റ്റർ, നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പാട്ടുകൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പാസ്റ്റർ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ ശ്രവിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരപ്പെടുന്നവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്ക് ഭംഗം വരുന്നത് യാതൊന്നും നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരാതവണ്ണം കർത്താവ് കാക്കുമാറണം. ഈ ലോകത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് കർത്താവ് വഴി നടത്തുവാൻ ശക്തനെന്നുള്ള തിരിച്ചറിവോടുകൂടെ കർത്താവ് അവരെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കർത്താവ് നൽകി തന്ന ഈ സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ അങ്ങടദാസൻ ഫിനി പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകനെ കർത്താവ് സഹായിക്കണം. ഈ മീഡിയ എടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അനേക നീറുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, കർത്താവെ, ക്ഷീണിച്ചിരിക്കുന്നവർക്ക്, നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതത്തിലെല്ലാം വലിയ വിടുതലും ആശ്വാസവും ലഭിപ്പാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിൻ്റെ മക്കളെ നിറയ്ക്കുമാറാകണമേ. കർത്താവ് അവസരം ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവിൻ്റെ പരിപാലനം കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിനുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നാം എല്ലാവരുടെ മേലും, പ്രത്യേകമായി പ്രിയ വാട്സപ്പ് ആശ്രമേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രേക്ഷകരോടെല്ലാം നന്ദി പറയുക. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററോടുള്ള നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.